ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക്ബോർഡ് സ്റ്റോറീസ്. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ് വരുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ ആണ്. ഏതാണ്? നമ്മുടെ അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്നുള്ളതാണ് ഈ ചാപ്റ്ററിന്റെ പേര്. ഓക്കെ, അപ്പം നമ്മുടെ സോഷ്യൽ സയൻസ് നമ്മൾ 8ാം ക്ലാസ്സിൽ നമ്മൾ തുടങ്ങുവാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലോട്ട് പോകാം. കുറച്ച് നമ്മൾ പഠിച്ചിരിക്കുന്ന പല പല കാര്യങ്ങൾ തന്നെയാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത് കേട്ടോ. അത്യാവശ്യം നല്ല കണ്ടന്റ് ഉള്ള ചാപ്റ്റർ തന്നെയാണ്. അധിനിവേശവും ചെറുത്തുനിൽപ്പും. ഓക്കെ, അപ്പം നമ്മുടെ ആൾക്കാർ നമ്മുടെ നാട്ടിൽ വന്നതും അതിന് നമ്മൾ ചെറുത്തുനിൽപ്പും ഒക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അതിൻ്റെ ആദ്യത്തെ കപ്പൽ വ്യൂഹം ഈസ്റ്റ് ഇൻഡീസിലേക്ക് അയക്കുന്നത് 1601 ഏപ്രിൽ ആയിരുന്നു. 18 മാസങ്ങൾക്ക് ശേഷം അസെൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ എന്നീ 4 കപ്പലുകൾ സുമാത്രയിൽ നിന്നും ജാവയിൽ നിന്നും കുരുമുളകും മറ്റുൽപ്പന്നങ്ങളുമായി മടങ്ങിയെത്തി. അപ്പൊ ഇവിടെ നിന്നൊക്കെയാണ് അസെൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ എന്നീ 4 കപ്പലുകളാണ്. ഇനി നോക്കിക്കേ, നെക്സ്റ്റ് പറയുന്നത് എന്താണെന്ന്. ഈ വിജയത്തെ തുടർന്ന് ഇതേ കപ്പലുകൾ ലണ്ടനിൽ നിന്ന് 1604 മാർച്ചിൽ 2ാം ദൗത്യം ആരംഭിക്കുന്നു. മടക്കയാത്രയിൽ ഹെക്ടറും സൂസനും ആദ്യം പുറപ്പെട്ടു. പക്ഷേ സൂസൻ കടലിൽ വെച്ച് തകർന്നു. പിന്നാലെ വന്ന അസെൻഷനും ഡ്രാഗണും ഹെക്ടറിനെ രക്ഷിക്കുമ്പോഴേക്കും കടലിൽ ഉഴറി നടക്കുകയായിരുന്ന ആ കപ്പലിലെ മിക്ക നാവികരും മരണപ്പെട്ടിരുന്നു. 1606 മെയ് മാസത്തിൽ കുരുമുളകും ഗ്രാമ്പുവും ജാതിക്കയും നിറച്ച കപ്പലുകൾ ഇംഗ്ലണ്ടിലെത്തി. കമ്പനിയുടെ ലാഭം മുടക്കുമുതലിന്റെ 95% അതായത് ഓൾറെഡി ഒരു കപ്പൽ മുങ്ങിപ്പോയിട്ടെങ്കിൽ പോലും എന്താണ് അവർ മുടക്കിയതിന്റെ 95% അവർക്ക് എന്ത് ലഭിച്ചു? ലാഭം ലഭിച്ചു എന്നാ പറയുന്നത്. ഇത് ജസ്റ്റ് ഒരു കണ്ട, ഇന്ത്യ ഉൾപ്പെടെയുള്ള കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് ഈസ്റ്റ് ഇൻഡീസ് അതായത് കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് ഈസ്റ്റ് ഇൻഡീസിലേക്ക് വ്യാപാരത്തിനായി ഇംഗ്ലണ്ടിൽ സ്ഥാപിച്ച പിൽക്കാലത്ത് ഇന്ത്യ അടക്കി ഭരിച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ വ്യാപാര പരിശ്രമങ്ങളുടെ വിവരണമായിരുന്നു നമ്മൾ വായിച്ചത്. 1606 ആ ഒരു കാലഘട്ടത്തിലേക്കുള്ളത്. ഇത്രയും ബുദ്ധിമുട്ടേറിയ വ്യാപാരത്തിന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രേരിപ്പിച്ചത് എന്തെന്ന് നമുക്ക് പരിശോധിക്കാം. അതായത് ഇത്രയും റിസ്ക് പിടിച്ചവർ വരണമെങ്കിൽ അവർക്ക് എന്താണ്, ഇതിന് മുന്നേ അവർക്ക് ഇവിടെ നിന്ന് നല്ല ലാഭം കിട്ടിയിട്ടുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട്. വാസ്കോ ഡ ഗാമ വന്നതും അതിനുശേഷമുള്ള ആൾക്കാർ വന്നതും അവരിവിടെ വന്നതിന്റെ 60 ഇരട്ടി ലാഭവുമായി തിരിച്ചുപോയ കഥയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രാചീന കാലം മുതൽ യൂറോപ്യർക്ക് ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിലുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്നു. ഇതിൽ ഏഷ്യയും ഉൾപ്പെട്ടിരുന്നു. ഈ ബന്ധങ്ങൾക്ക് 15ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ യൂറോപ്പിൽ നിന്ന് കിഴക്ക് ദിശയിലേക്കുള്ള സമുദ്രപാത കണ്ടെത്തുന്നതിലേക്ക് നയിച്ചു. ഇതിന് കാരണമായ പ്രധാന ഘടകങ്ങൾ, അതായത് അവർക്ക് മനസ്സിലായി സ്ഥിരം റൂട്ട് പറ്റില്ല, അവർക്കൊരു പുതിയ വഴി കണ്ടെത്തണം. അതിനുള്ള കാരണമാണ് അവർ പറയുന്നത്. നോക്കിക്കേ, യൂറോപ്യർ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതി, ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച, ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ്, ഭൂപട നിർമ്മാണം എന്നിവയിലുണ്ടായ പുരോഗതി, പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങൾ പകർന്ന അറിവ്, യൂറോപ്പിൽ ഒരു കുരുമുളകടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായിരുന്ന കച്ചവട സാധ്യത, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത്, ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് അവർ എന്ത് ചെയ്യാൻ തുടങ്ങിയത്? ഒരു പുതിയ സമുദ്രപാത കണ്ടെത്തുന്നതിനുള്ള റീസൺ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് നമുക്ക് നോക്കാം അല്ലെ. നോക്കിക്കേ, യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാന കേന്ദ്രമായിരുന്നു ഈ പറയുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇതുവഴിയാണ് യൂറോപ്പും ഏഷ്യയും തമ്മിൽ കരമാർഗം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത്. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചിറക്കിയത്. PYQ ആണ് ചോദിച്ചിട്ടുണ്ട്. ഇതുവഴിയുള്ള യൂറോപ്യരുടെ വ്യാപാരം തടയുകയും ചെയ്തു. പുതിയ പാത കണ്ടെത്തുന്നതിന് യൂറോപ്യർ നിർബന്ധിതരായി. അതായത് നമ്മൾ സ്ഥിരം പോയിക്കൊണ്ടിരുന്ന വഴി എന്ത് ചെയ്തു? അവരങ്ങ് തടഞ്ഞു. സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? എനിക്ക് ഇവിടെ നിന്ന് പുറപ്പെട്ട് എനിക്ക് ഇവിടെ എത്തിയേം വേണം. പക്ഷെ എന്താണ്, ഈ വഴി പറ്റില്ല. സ്വാഭാവികമായിട്ട് ഞാൻ എന്ത് ചെയ്യും? പുതിയ വഴികൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കും. അങ്ങനെയാണ് പുതിയ സമുദ്രപാത കണ്ടെത്തുന്നത്. പോർച്ചുഗീസുകാരായിരുന്നു കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ. നമുക്കറിയാം, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, PYQ ആണ്. കടൽ മാർഗം ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ ആരാണ്? പോർച്ചുഗീസുകാരാണ്. നമ്മൾ അതിനെ എങ്ങനെയാണ് പഠിക്കുന്നത്? പോഡ ബീഫെ നമ്മൾ പഠിക്കുന്നില്ലേ? എന്താണ്? പോർച്ചുഗീസുകാര്, ഡച്ചുകാര്, ബ്രിട്ടീഷുകാര്, ഫ്രഞ്ചുകാർ എന്നുള്ളത്. വാസ്കോ ഡ ഗാമയാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ. അപ്പൊ പോർച്ചുഗീസുകാരാണ് ആദ്യം വന്നത് ആരാണ്? വാസ്കോ ഡ ഗാമയാണ്. അവർ വന്നത് എങ്ങനെയായിരുന്നു നോക്കിക്കേ. ഈ പോർച്ചുഗൽ, ഇതാണ് നമ്മുടെ പോർച്ചുഗൽ എന്ന് പറയുന്നത്. അവിടെ നിന്ന് നമ്മൾ എന്താണ് ഇങ്ങനെ വന്ന് അവർ എന്ത് ചെയ്യുന്നുണ്ട്? ശുഭപ്രതീക്ഷ മുനമ്പ്, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ കടന്ന് അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ പല സ്ഥലങ്ങളിൽ വന്ന് അവർ നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ കോഴിക്കോട് കാപ്പാട് കടം അല്ലെ വന്ന് അവർ സെറ്റ് ആവുന്നുണ്ട്.
നോക്കാം നമുക്ക് പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലേക്കുള്ള യാത്ര. 1498 കോഴിക്കോട് സമീപത്തുള്ള കാപ്പാട് എന്ന സ്ഥലത്താണ് വാസ്കോഡ ഗാമ എത്തിച്ചേർന്നത്. അദ്ദേഹത്തിന്റെ വരവ് ഇന്ത്യയിലെ യൂറോപ്യൻ ആധിപത്യത്തിന് വഴി തുറന്നു. അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്ന ആരായിരുന്നു? സാമൂതിരി രാജവംശമായിരുന്നു. അറബികളായിരുന്നു കോഴിക്കോടുമായുള്ള വിദേശ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത്. അവരെ പുറത്താക്കി പോർച്ചുഗീസുകാർക്ക് വ്യാപാര അനുമതി നൽകണമെന്നുള്ള ഗാമയുടെ ആവശ്യം സാമൂതിരി എന്ത് ചെയ്യുന്നില്ല? അംഗീകരിക്കുന്നില്ല. ഇതേ തുടർന്ന് ഗാമ കണ്ണൂരിലെ കോലത്തിരി രാജാവിൽ നിന്ന് വ്യാപാര അനുമതി നേടുന്നു. കുരുമുളക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് അദ്ദേഹം പോർച്ചുഗലിലേക്ക് മടങ്ങി. തന്റെ യാത്രയ്ക്ക് ചിലവായ 60 ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകളുമായാണ് ഗാമ തിരികെ എത്തിയത്. അപ്പൊ നമുക്കിവിടെ പഠിക്കേണ്ട എന്തൊക്കെയാണ്? 1498 നമ്മുടെ വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് എന്ന സ്ഥലത്ത് എന്ത് ചെയ്യുന്നത്? എത്തിച്ചേരുന്നത്. അദ്ദേഹത്തിന്റെ ആ സമയത്ത് സാമൂതിരികളായിരുന്നു അവിടെ ഭരിച്ചിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരിവിടെ വരുന്ന സമയത്ത് ഇവിടെ അറബികൾ അവിടെ അവരുടെ കച്ചവടം എന്ത് ചെയ്യുന്നുണ്ട്? അറബികളാണ് അവിടെ കച്ചവടമൊക്കെ നിയന്ത്രിച്ചിരുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന പോർച്ചുഗീസുകാർക്ക് അറബികളെ പുറത്താക്കിയിട്ട് പോർച്ചുഗീസുകാർക്ക് അനുമതി കൊടുക്കുക എന്നുള്ളത് എന്ത് ചെയ്തില്ല? നമ്മുടെ സാമൂതിരി സമ്മതിച്ചില്ല. സ്വാഭാവികമായിട്ട് ഇവരെന്ത് ചെയ്യും? അടുത്ത വഴി തേടും. അങ്ങനെ പോർച്ചുഗീസുകാർ നേരെ കണ്ണൂരിൽ പോയിട്ട് നമ്മുടെ കോലത്തിരി രാജാവിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കച്ചവടം ചെയ്യാൻ അനുമതി നേടുകയും അവിടെ നിന്ന് എന്താണ് അവരുടെ യാത്രാ ചെലവിന്റെ 60 ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകളുമായിട്ട് അവർ തിരികെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ചോദിച്ചിട്ടുണ്ട്. ഈ എത്ര ഇരട്ടി എന്നുള്ളത് വരെയും ഒരു വട്ടം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കയറി ചോദിച്ചിട്ടുണ്ട്. ഇനി ഗാമയുടെ കപ്പലുകൾ, ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഗബ്രിയൽ, റാഫേൽ, ബെറിയോ. എന്താണ്? സാവോ ഗബ്രിയൽ, സാവോ റാഫേൽ, ബെറിയോ എന്നീ 3 കപ്പലുകളിലാണ് ഗാമയും സംഘവും എവിടെ വരുന്നത്? നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പൊ ഏതൊക്കെയാണ്? ഗബ്രിയലുണ്ട്, റാഫേലുണ്ട്, ബെറിയോ ഉണ്ട്. ഗാമയുടെ യാത്രയിലുണ്ടായ ലാഭം ഇന്ത്യയിലേക്ക് വീണ്ടും കച്ചവട യാത്രകൾ നടത്തുവാൻ പോർച്ചുഗീസുകാരെ പ്രേരിപ്പിച്ചു. സാമൂതിരി പോർച്ചുഗീസുകാർക്ക് വ്യാപാര കുത്തക നൽകിയില്ല. തന്മൂലം സാമൂതിരിക്കും പോർച്ചുഗീസുകാർക്കും ഇടയിൽ സംഘർഷങ്ങൾ ഉടലെടുത്തു. പോർച്ചുഗീസുകാർക്ക് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നത് സാമൂതിരിയുടെ നാവികത്തലവനായിരുന്ന കുഞ്ഞാലി മരക്കാറിൽ നിന്നായിരുന്നു. കുഞ്ഞാലി മരക്കാമാരുടെ കാലശേഷം പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ കാര്യമായ ഭീഷണിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്താണ്? വീണ്ടും വീണ്ടും അവർ ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും ഇവിടെ എന്ത് ലഭിക്കുന്നില്ല? അവർക്ക് സാമൂതിരിമാര് വ്യാപാര കുത്തക നൽകുന്നില്ല. സ്വാഭാവികമായിട്ടും അവർക്കിടയിൽ ഒരു ചക്കച്ചകലൊക്കെ ഉണ്ടാകും, ഒരു വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിൽ ആരാണ്? അതായത് പോർച്ചുഗീസുകാർക്ക് നേരിടേണ്ട എതിർപ്പെന്ന് പറയുന്നത് കുഞ്ഞാലി മരക്കാർ എന്നായിരുന്നു. ആരാണ് കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത്? സാമൂതിരിയുടെ നാവികത്തലവനായിരുന്നു ആര്? നമ്മുടെ കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് കുഞ്ഞാലി മരക്കാർ, ആരാണെന്നൊക്കെയാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങളെ ചേർത്ത് സാമൂതിരിയും പശ്ചിമ തീരപ്രദേശങ്ങളിൽ സംരക്ഷിച്ചിരുന്ന കുഞ്ഞാലി മരക്കാരാണ്. അപ്പൊ സാമൂതിരിയെയും ഒക്കെ ആരാണ് സംരക്ഷിച്ചിരുന്നത്? നമ്മുടെ കുഞ്ഞാലി മരക്കാരാണ്. ഇനി കുഞ്ഞാലി മരക്കാർ എന്നത് ഒരു സ്ഥാനപ്പേരായിരുന്നു. 4 പേരാണ് വ്യത്യസ്ത കാലങ്ങളിൽ ഈ സ്ഥാനം അലങ്കരിച്ചത്. അപ്പൊ കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല. നമ്മളിപ്പോ പറയത്തില്ലേ ദളവ എന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്ഥാനപ്പേരായിരുന്നു എന്ത്? ഈ പറയുന്ന കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത്. ഓക്കെ. കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയം കോട്ട പിടിച്ചടക്കിയത് ആരാണ്? കുഞ്ഞാലി മൂന്നാമൻ. ആരാണ് ചാലിയം കോട്ട പിടിച്ചടക്കിയത്? കുഞ്ഞാലി മൂന്നാമനാണ്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയം കോട്ട കൈവശപ്പെടുത്തിയത് കുഞ്ഞാലി മൂന്നാമൻ. കുഞ്ഞാലി നാലാമനെയാണ് എന്ത് ചെയ്യുന്നത്? പോർച്ചുഗീസുകാരെ ഗോവയിൽ വെച്ച് വധിക്കുന്നത്. കുഞ്ഞാലിമാരുടെ പതനത്തോടെ സാമൂതിരിയുടെ അധപ്പതനവും ആരംഭിക്കുകയാണ്. ഓക്കെ ആണല്ലോ. പോർച്ചുഗീസുകാരുടെ വരവ് ഇന്ത്യയിൽ സൃഷ്ടിച്ച ഫലങ്ങളാണ്. കുറേ സാധനങ്ങൾ പോർച്ചുഗീസുകാരുടെ ഈ പറയുന്ന ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം അവർ കൊണ്ടുവന്ന സാധനങ്ങളാണ്. ഇതെല്ലാം അവരുടെ സംഭാവനകളാണ്. ഇന്ത്യയും പോർച്ചുഗീസുകാരുമായുള്ള ബന്ധത്തിന്റെ സ്വാധീന ഫലമായി പോർച്ചുഗീസ് ഭാഷയിൽ നിന്നാണ് ഈ പദങ്ങൾ ലഭിച്ചത്. എന്തൊക്കെയാണ്? കശുമാവ്, പപ്പായ, പേരക്ക, പൈനാപ്പിൾ തുടങ്ങിയവയും പരിചയപ്പെടുത്തിയതും ഒക്കെ ആരാണ്? നമ്മുടെ പോർച്ചുഗീസുകാരാണ്. ഈ സാധനം ഞാനൊരു ഷോർട്സ് ചെയ്തിട്ടുണ്ട്. ഈ സ്ഥലത്ത് പോയപ്പോഴേക്കും ഫോർട്ട് കൊച്ചിയിലാണ് ഈ സ്ഥലം. മാനുവൽ കോട്ടയുടെ ഒരു ഭാഗം, ഇതിൻ്റെ ഒരു വിഷ്വൽസ് ആയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാനത് ജസ്റ്റ് പിൻ ചെയ്തിട്ടേക്കാവേ. പറ്റുവാണെങ്കിൽ ഒന്ന് കണ്ടു നോക്ക്. അപ്പൊ ഇത് നമ്മുടെ മാനുവൽ കോട്ടയുടെ ഒരു ഭാഗമാണ് തന്നിരിക്കുന്നത്. ഇനി നോക്കിക്കേ. അപ്പൊ പോർച്ചുഗീസുകാരുടെ സംഭാവനകളാണ് കേട്ടോ പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് അവർ കൊണ്ടുവന്നത്? കശുമാവ്, പപ്പായ, പേരക്ക, പൈനാപ്പിള്. പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയാണ് ഏത്? മാനുവൽ കോട്ട. പഠിച്ചു വെച്ചോ. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട മാനുവൽ കോട്ടയാണ്. കൊച്ചി, ഗോവ, ദാമൻ ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായി അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു. ചവിട്ട് നാടകം, മാർഗംകളി എന്നീ കലാരൂപങ്ങൾ കൊണ്ടുവന്നു. യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിച്ചു. ക്രൈസ്തവ മത
പഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. ഇതെല്ലാം അവർ തന്ന എന്താണ് അവരുടെ സംഭാവനകളാണ്. ഇനി പറയുന്ന ഡച്ചുകാരാണ്. അപ്പൊ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ്? പോഡ ബീഫെ. നെക്സ്റ്റ് പറയുന്ന ഡച്ചുകാരാണ്. പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന യൂറോപ്യരാണ് എന്താ ഹോളണ്ട് അഥവാ നെതർലാൻഡിൽ നിന്നുള്ളവരായിരുന്നു. ഡച്ചുകാർ എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര എന്നിവയായിരുന്നു ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. ഏതൊക്കെയാണ്? നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര. കച്ചവട ആധിപത്യത്തിനായുള്ള മത്സരത്തിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി. നെക്സ്റ്റ് പറയുന്നത് ബാറ്റിൽ ഓഫ് കുളച്ചലാണ്. കുളച്ചൽ യുദ്ധം 1741 എന്ത് നടക്കുന്നത്? കുളച്ചൽ യുദ്ധം നടക്കുന്നത്. കന്യാകുമാരിക്കടുത്തുള്ള കുളച്ചൽ വെച്ച് ആരൊക്കെ തമ്മിലാണ്? തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് കുളച്ചൽ യുദ്ധം നടക്കുന്നത്. ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടെ ഡച്ചുകാർക്ക് ഇന്ത്യയിലെ ആധിപത്യം നഷ്ടമാവുകയും ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമായിരുന്നു എന്ത്? കുളച്ചൽ യുദ്ധം. ഇമ്പോർട്ടന്റ് ആണ്. ഈ പോയിന്റ്സ് എല്ലാം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കയറി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 1741 കുളച്ചൽ യുദ്ധം. എന്തൊക്കെയാണ് പ്രത്യേകത എന്ന് പറയുന്നത്? ആരൊക്കെ തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയത്? തിരുവിതാംകൂർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ. ആ യുദ്ധത്തിൽ ഡച്ചുകാരെ എന്ത് ചെയ്യുന്നുണ്ട്? മാർത്താണ്ഡവർമ്മ തോപ്പിക്കും അല്ലെ. അപ്പൊ മാർത്താണ്ഡവർമ്മയാണ് അവിടെ ജയിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഒരു യൂറോപ്യൻ ശക്തിക്ക് ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമായിരുന്നു എന്താ? നമ്മുടെ കുളച്ചൽ യുദ്ധം അഥവാ ബാറ്റിൽ ഓഫ് കുളച്ചൽ എന്ന് പറയുന്നത്. ഇനി പറയുന്നത് ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഡച്ചുകാരുമായുള്ള ബന്ധത്തിന്റെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, പല തവണ PSCയുടെ ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ ഇത്. കേരളത്തിലെ 742 ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ ഗ്രന്ഥത്തിൽ ഉള്ളത്. ആരാണ്? ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻ റീഡ് ആണ് ഈ കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയത്. ആരാണ്? ഹെൻറി വാൻ റീഡ്. നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ രചനയ്ക്ക് അദ്ദേഹത്തെ സഹായിക്കുന്നത് ആരായിരുന്നു? നമ്മുടെ ഇട്ടിയച്യുതൻ എന്ന മലയാളി വൈദ്യനായിരുന്നു. പിന്നെ ആരൊക്കെ ഉണ്ടായിരുന്നു? അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട് എന്നിവരും രചനയിൽ പങ്കാളികളായി. മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകം എന്താണ്? ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. അപ്പൊ പഠിച്ചു വെക്കണം. മലയാള അക്ഷരങ്ങൾ അച്ചടിച്ച ആദ്യ പുസ്തകമാണ് എന്ത്? ഹോർത്തൂസ് മലബാറിക്കസ്. മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് ഈ കൃതി വിവർത്തനം ചെയ്തത് ഡോക്ടർ KS മണിലാൽ ആണ്. ഇമ്പോർട്ടന്റ് ആണ്, ഇദ്ദേഹത്തിന്റെ പേര് പഠിക്കണേ, ഡോക്ടർ KS മണിലാൽ. ഇതാണ് ഹോർത്തൂസ് മലബാറിക്കസിന്റെ എന്താണ് നമ്മുടെ കവർ ചിത്രം. അതായത് മലയാളം പതിപ്പിന്റെയാണ്. ആരാണ്? KS മണിലാൽ ആണ്. ഇട്ടിയച്യുതൻ ആരാണ്? ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ കടക്കരപ്പള്ളി ഗ്രാമത്തിൽ ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ ജനിച്ച പ്രഗത്ഭനായിരുന്നു. ആര്? നമ്മുടെ ഇട്ടിയച്യുതൻ എന്ന് പറയുന്നത്. അടുത്ത പറയുന്നത് ഫ്രഞ്ചുകാരെ പറ്റിയാണ്. ഡച്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാരും പിന്നീട് ഫ്രഞ്ചുകാരും കച്ചവടത്തിനായി ഇന്ത്യയിൽ എത്തിച്ചേർന്നു. കണ്ടോ? ദക്ഷിണേന്ത്യയിൽ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളായിരുന്നു കർണാട്ടിക് യുദ്ധങ്ങൾ. അപ്പൊ എന്താണ് കർണാട്ടിക് യുദ്ധം എന്ന് പറയുന്നത്? ദക്ഷിണേന്ത്യയിലെ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധം. അതായത് നമ്മുടെ ഈ സ്ഥലത്തിനെ ഭരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആൾക്കാരല്ല, പുറത്തുനിന്ന് വന്ന് രണ്ടു കൂട്ടരും തമ്മിൽ അവിടെ അടിയുണ്ടാവും. അതിനെയാണ് നമ്മൾ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. ഈ യുദ്ധത്തിന്റെ ബ്രിട്ടീഷുകാർക്കായിരുന്നു അന്തിമ വിജയം. തൽഫലമായി ഫ്രഞ്ചുകാരുടെ ആധിപത്യം പോണ്ടിച്ചേരി, യാനം, കാരക്കൽ, മാഹി എന്നീ പ്രദേശങ്ങൾ മാത്രമായിട്ട് ചുരുങ്ങി. അതായത് ഫ്രഞ്ചുകാരുടെ അധീനതയിലുള്ള സ്ഥലങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? പോണ്ടിച്ചേരി, യാനം, കാരക്കൽ, മാഹി. ഉണ്ടോ? ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അഹമ്മദാബാദ്, ബറോച്ച്, ചിൻസുര, നാഗപട്ടണം ഒക്കെ നമ്മൾ പറഞ്ഞു. ഉണ്ടോ? ഗ്രാഫിൽ തന്നിട്ടുണ്ട്. അതായത് ആരാണ്? നമ്മുടെ ഡച്ചുകാര്. പിന്നെ ഏതൊക്കെയാണ്? ദാമൻ ദിയു, അതേപോലെ തന്നെ ഗോവ, കൊച്ചിയൊക്കെ ആരായിരുന്നു? പോർച്ചുഗീസുകാരായിരുന്നു. ഫ്രഞ്ചുകാരാണ് എന്തൊക്കെ? യാനം, പോണ്ടിച്ചേരി, കാരക്കല്, മാഹിയൊക്കെ ആരുടേതായിരുന്നു? നമ്മുടെ ഫ്രഞ്ചുകാരുടേതായിരുന്നു. കർണാട്ടിക് യുദ്ധങ്ങളാണ് പറയുന്നത്. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായ യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത്. ആരൊക്കെ തമ്മിലാണ്? കർണാട്ടിക് യുദ്ധങ്ങൾ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലാണ് എന്ത്? കർണാട്ടിക് യുദ്ധങ്ങൾ നടക്കുന്നത്. ഇന്നത്തെ തമിഴ്നാടിന്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ തീരപ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് കർണാട്ടിക് എന്നറിയപ്പെടുന്നത്. 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് ആകെ നടന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? കൊച്ചിയുണ്ട്, പിന്നെ എന്തൊക്കെ പറയാം നമുക്ക്? ദാമൻ ഉണ്ട്, ദിയു ഉണ്ട്, പിന്നെ എന്താണ്? ഗോവയുണ്ട്. ഇവിടെ ഡച്ച് ആണെങ്കിൽ നാഗപട്ടണം ഉണ്ട്. പിന്നെ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? ബറോച്ച്, അഹമ്മദാബാദ് ഒക്കെ അല്ലേ പറഞ്ഞത്? ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര. ഓക്കെ, ബറോച്ച്, അഹമ്മദാബാദ്, അതേപോലെ ചിൻസുര.
ഓക്കെ. ഇനി ഫ്രഞ്ച് അധിനിവേശമാണെങ്കിലും ഏതൊക്കെയാണ്? പോണ്ടിച്ചേരി നമ്മൾ പറഞ്ഞു. പിന്നെന്തൊക്കെയാണ്? മാഹി, പിന്നെന്തുണ്ട്? യാനം, പിന്നെന്തുണ്ട്? കാരയ്ക്കൽ. ഇതൊക്കെ എന്താണ്? നമ്മുടെ ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങളാണ്. കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്, അപ്പൊ നമ്മുടെ നാട്ടിലേക്ക് കച്ചവടത്തിനായിട്ട് വന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും. പിന്നീട് അവർ നമ്മുടെ പതിയെ പതിയെ നമ്മുടെ അധികാരം അവര് കൈയടക്കുകയാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറിച്ച് നമ്മൾ ഈ പാഠഭാഗത്തിന്റെ ആദ്യത്തിൽ ചർച്ച ചെയ്തു. ഏഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിന് ബ്രിട്ടീഷുകാർ 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത്. കമ്പനിയുടെ പ്രതിനിധിയായിരുന്നു ആര്? വില്യം ഹോക്കിൻസ്. അന്നത്തെ മുഗൾ ചക്രവർത്തി ജഹാംഗീറിൽ നിന്ന് അനുമതി നേടി ഗുജറാത്തിലെ സൂററ്റിൽ ഒരു കച്ചവടത്താവളം സ്ഥാപിക്കുന്നുണ്ട് വില്യം ഹോക്കിൻസ്. ഓക്കെ. അപ്പൊ എന്താ പറയുന്നത്? കമ്പനിയുടെ പ്രതിനിധി ആരായിരുന്നു? വില്യം ഹോക്കിൻസ് ആണ്. അദ്ദേഹമാണ് ആരെ? മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറിൽ നിന്ന് അനുമതി നേടുന്ന വഴിയാണ് ഗുജറാത്തിലെ സൂററ്റിൽ ഒരു കച്ചവടത്താവളം സ്ഥാപിക്കുന്നത്. അപ്പൊ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ, അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ഫാക്ടറി സ്ഥാപിക്കുന്ന എവിടെയാണ്? സൂററ്റിലാണ്. അത് നമ്മൾ പറയുന്നത് 2 വർഷം പറയുന്നുണ്ട്. 1608 പറയുന്നുണ്ട്. 1613 പെർമനന്റ് ആയിട്ട് സ്ഥാപിക്കുന്നത്. 1608 ഈ പറയുന്ന അനുവാദമൊക്കെ നേടുന്നത് കേട്ടോ. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കമ്പനി ഫാക്ടറികൾ ആരംഭിച്ചു. തുടർന്നാണ് മദ്രാസ്, ബോംബെ, കൽക്കട്ട എന്നീ പ്രദേശങ്ങളിൽ ആധിപത്യം നേടിക്കൊണ്ട് കമ്പനി അവിടങ്ങളിലേക്ക് ഭരണത്തിൽ ഇടപെടാനായിട്ട് തുടങ്ങിയാണ്. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായിട്ട് ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാണ്? സൂററ്റിലാണ്. ഏത് ചക്രവർത്തി നിന്നാണ് അനുമതി നേടിയത്? ജഹാംഗീറിൽ നിന്നാണ്. ആരായിരുന്നു കമ്പനിയുടെ പ്രതിനിധി? വില്യം ഹോക്കിൻസ് ആണ്. പിന്നീട് അവർ എവിടേക്കാണ് വന്നത്? മദ്രാസ്, ബോംബെ, കൽക്കട്ട. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നത് 1757 പ്ലാസി യുദ്ധത്തിലൂടെയാണ്. അപ്പൊ പ്ലാസി യുദ്ധം നടന്ന വർഷമാണ് 1757. 1857 എന്താണ്? നമുക്കറിയാം, 1ാം സ്വാതന്ത്ര്യ സമരം അല്ലെ. 1857 അപ്പൊ ഇവിടെ എന്ത് പറയാം നമുക്ക്? 1757 പ്ലാസി യുദ്ധം നടക്കുന്നത്. ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗളയെ റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. അപ്പൊ ആരൊക്കെ തമ്മിലായിരുന്നു പ്ലാസി യുദ്ധം? ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗളയും റോബർട്ട് ക്ലൈവും തമ്മിലായിരുന്നു. കമ്പനിയുടെ ബംഗാളിന്റെ ഭരണം പിടിച്ചെടുത്തത് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങൾ തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരാൻ സഹായകമായി. കാർഷിക സമ്പന്നമായ ബംഗാളിലെ നികുതി കൊണ്ട് ബ്രിട്ടീഷുകാർ സൈനിക ശക്തി മെച്ചപ്പെടുത്തുകയും രാജ്യത്തിന്റെ ബാക്കി ഭാഗങ്ങൾ കീഴടക്കാനുള്ള പണം സ്വരൂപിക്കുകയും ചെയ്തു. ഓക്കെ. അപ്പൊ അവർ ആദ്യം എന്ത് ചെയ്തു? ബംഗാൾ അങ്ങ് പിടിച്ചിറക്കി. അവിടെ നിന്നുള്ള നികുതി കൊണ്ട് അവർ എന്ത് ചെയ്തു? സൈനികമായിട്ട് അവർ സെറ്റായിട്ട് അവർ ബാക്കി സ്ഥലങ്ങളിലേക്കൊക്കെ കയ്യേറാനായിട്ട് തുടങ്ങി. 1764 ബക്സാർ എന്ന സ്ഥലത്ത് വെച്ചുണ്ടായ യുദ്ധം, ബക്സാർ യുദ്ധം അല്ലെ. യുദ്ധത്തോടെ ബീഹാർ, ബംഗാൾ, ഒറീസ എന്നീ പ്രവിശ്യകളിലെ നികുതി പിരിക്കാനുള്ള അവകാശം കമ്പനി സ്വന്തമാക്കി. അതോടെ ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണ സാന്നിധ്യം ശക്തമായി. മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ, അവധിലെ നവാബായിരുന്ന ഷൂജാ ഉദ്ദൗള, ബംഗാളിലെ നവാബായിരുന്ന മിർ കാസിം എന്നിവരുടെ സംയുക്ത സൈന്യത്തെയാണ് ബ്രിട്ടീഷുകാർ ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത്. അപ്പൊ ആരൊക്കെ തമ്മിലായിരുന്നു? ഷാ ആലം രണ്ടാമൻ, മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ. ബക്സാർ യുദ്ധത്തിന്റെ കാര്യമാണ് പറയുന്നത്. 1764. ബംഗാളിലെ നവാബായിരുന്ന മിർ കാസിം, പിന്നെന്താണ്? അവധിലെ നവാബായിരുന്ന ഷൂജാ ഉദ്ദൗള. 3 പേരുടെയാണ്. അവരുടെ സംയുക്ത സൈന്യത്തെ എന്ത് ചെയ്യുന്നുണ്ട്? ബ്രിട്ടീഷുകാര് പരാജയപ്പെടുത്തുകയാണ്. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചിറക്കാമെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. റോബർട്ട് ക്ലൈവ്. അപ്പൊ നമ്മൾ പറഞ്ഞു ആരൊക്കെ തമ്മിലായിരുന്നു ആദ്യത്തെ പ്ലാസി യുദ്ധം നടന്നത്? 1757 ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗളയും റോബർട്ട് ക്ലൈവും തമ്മിലായിരുന്നു യുദ്ധം നടന്നത്. 1764 ആയപ്പോഴേക്കും ബക്സാർ യുദ്ധം വരികയാണ്. ആരൊക്കെ തമ്മിലാണ്? ഷാ ആലം രണ്ടാമൻ, മുഗൾ ഭരണാധികാരിയായിരുന്നു. അവധിലെ നവാബായിരുന്ന ഷൂജാ ഉദ്ദൗള, അതേപോലെ ബംഗാളിലെ നവാബായിരുന്ന മിർ കാസിം. അവര് 3 പേരുടെയും 3 സ്ഥലങ്ങളിലെ രാജാക്കന്മാരാണ്. 3 സ്ഥലങ്ങളിലെ സൈന്യത്തെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് അവർ ബ്രിട്ടീഷുകാരെ നേരിട്ടു. പക്ഷെ എന്ത് സംഭവിച്ചു? അവിടെയും അവര് തോറ്റു പിന്മാറേണ്ടി വരികയാണ്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, എനിക്കൊരു 2000 പട്ടാളക്കാരെ കൂടി തന്നാൽ ഞാൻ എന്ത് ചെയ്യാം? ഞാനിത് മൊത്തത്തിൽ അങ്ങ് പിടിച്ചെടുക്കാമെന്ന് അദ്ദേഹം പറയുകയാണ്. എനിക്ക് പട്ടാളക്കാരെ തന്നാൽ ഞാൻ ഇന്ത്യയെ തന്നെ പിടിച്ചെടുക്കാമെന്ന് റോബർട്ട് ക്ലൈവ് പറയുന്നത് ഈ യുദ്ധത്തോടു കൂടിയാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈനിക തലവനായിരുന്ന റോബർട്ട് ക്ലൈവിന്റെ വാക്കുകളാണ്. എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇങ്ങനെ പറയാനുള്ള റീസൺ എന്ന് പറയുന്നത്? ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് നാട്ടുരാജ്യങ്ങൾക്കിടയിലെ അനൈക്യമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ മെച്ചപ്പെട്ട സൈനിക സാങ്കേതിക വിദ്യ, അവരുടെ സാമ്പത്തികമായിട്ടുള്ള അവരുടെ മുന്നേറ്റം, ഇതെല്ലാമായിരുന്നു. അതായത് പരസ്പരം ഈ നാട്ടുരാജാക്കന്മാർ തമ്മിൽ ഒരിക്കലും എന്തായിരുന്നില്ല കാര്യം. ബ്രിട്ടീഷുകാരുടെ സൈന്യത്തിന്റെ ഒരു 100 ഇരട്ടി കപ്പാസിറ്റി എന്തുണ്ട്? നമ്മുടെ ഇന്ത്യയിലെ രാജാക്കന്മാർക്ക് സൈനികമായിട്ടുണ്ട്. പക്ഷെ ഇവർ ഒരുമിച്ച് നിൽക്കില്ല.
ഇവർ ഒരുമിച്ച് നിൽക്കാതെ വരുമ്പോഴേക്കും അവർ തമ്മിൽ അത് തന്നെയായിരുന്നു നമ്മുടെ കേരളത്തിലേക്ക് വന്നപ്പോഴും സംഭവിച്ചത്. ബ്രിട്ടീഷുകാരും വന്ന അല്ലെ യൂറോപ്യൻസ് നമ്മുടെ നാട്ടിലേക്ക് വന്നപ്പോഴേക്കും ഇവർ തമ്മിൽ, ഈ രാജാക്കന്മാർ തമ്മിലുള്ള അനൈക്യമായിരുന്നു എന്ത് അവർക്ക് നമ്മുടെ നാടിനെ ഈസി ആയിട്ട് കൈപ്പെടുത്താനായിട്ട് പറ്റുന്നത്. അതേപോലെ തന്നെയാണ് പല സ്ഥലങ്ങളിലും, എല്ലാ നാടുകളിലും ഇത് തന്നെയായിരുന്നു. നാട്ടുരാജാക്കന്മാർ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, പരസ്പരം അല്ലെ അവരെന്താണ് ശത്രുക്കളായിരുന്നു. സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യും, അവർക്ക് ഈസി ആയിട്ട് നമ്മുടെ നാടിനെ അവർക്ക് കീഴ്പ്പെടുത്താനായിട്ട് അവർക്ക് പറ്റുമായിരുന്നു. ഓക്കെ, അപ്പൊ പിന്നെ ഇനിയിപ്പോ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ വിട്ടുപോയിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. 1639 മദ്രാസ് തുറമുഖത്തിന്റെ ചുങ്കവരുമാനത്തിന്റെ പകുതി നൽകണമെന്ന ഉപാധിയോടെ പ്രാദേശിക രാജാവായ ദമർല വെങ്കടാദ്രി നായക ദീർഘകാലത്തേക്ക് മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് നൽകി. അപ്പൊ എന്താണ് പറയുന്നത്, നികുതി എന്ത് കിട്ടുന്നു അതിന്റെ പകുതി എന്ത് ചെയ്യണം, നൽകണം എന്ന ഉപാധിയോടുകൂടിയാണ് ആർക്ക് കൊടുക്കുന്നത്, ബ്രിട്ടീഷുകാർക്ക്. ആര് കൊടുക്കുന്നത്, ദമർല വെങ്കടാദ്രി നായക ദീർഘകാലത്തേക്ക് മദ്രാസ് തുറമുഖത്തിന്റെ അനുമതി ആർക്ക് കൊടുക്കും, ബ്രിട്ടീഷുകാർക്ക് കൊടുക്കും. 1662 പോർച്ചുഗീസ് രാജകുമാരിയായ കാതറിനെ വിവാഹം ചെയ്തപ്പോൾ ബ്രിട്ടീഷ് രാജാവ് ചാൾസ് രണ്ടാമന് ഉപഹാരമായി ലഭിച്ച പ്രദേശമാണ് ബോംബെ. പിന്നീട് ഈ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറി. 1662 പോർച്ചുഗീസുകാർ രാജകുമാരിയെ കാതറിൻ ചാൾസ് രണ്ടാമൻ വിവാഹം ചെയ്യുന്ന. ആലോചിച്ച് നോക്കിക്കേ, ഏതോ ഒരു രാജ്യത്ത് കിടക്കുന്ന രണ്ടുപേര് തമ്മിൽ വിവാഹം ചെയ്തപ്പോൾ അവർക്ക് സമ്മാനമായിട്ട് സ്ത്രീധനമായിട്ട് കിട്ടിയത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രദേശം അല്ലെ. എന്തൊരു വിരോധാഭാസമായിരുന്നു അതൊക്കെ. കാര്യം അവര് നമ്മുടെ നാടിനെ കൈയടക്കി വെച്ചേക്കുവാണ്. അപ്പൊ എന്താണ്, അങ്ങനെ ലഭിച്ചതാണ് എന്ത്, ബോംബെ എന്ന് പറയുന്നത്. പിന്നീടാണ് അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അത് കൊടുക്കുന്നത്. 1698 സുധനദി, കാലിക്കട്ട, ഗോവിന്ദ്പൂർ എന്നീ 3 ഗ്രാമങ്ങൾക്ക് ചുറ്റും ബ്രിട്ടീഷുകാർ പണിത കോട്ടയാണ് എന്ത്, വില്യം കോട്ട. 1698 വില്യം കോട്ട. ക്രമേണ ഈ പ്രദേശം പട്ടണമായി മാറി കൽക്കട്ട എന്ന പേരിൽ അറിയപ്പെട്ടു. ഓക്കെ, 1698 വില്യം കോട്ട, അതാണ് കൽക്കട്ടയായിട്ട് പിന്നീട് മാറുന്നത്. നാട്ടുരാജ്യങ്ങളും കമ്പനിയും. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ യുദ്ധങ്ങളിലൂടെയും തന്ത്രത്തിലൂടെയുമാണ് ബ്രിട്ടീഷുകാർ കീഴ്പ്പെടുത്തിയത്. ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമായിരുന്ന മൈസൂരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടന്ന യുദ്ധങ്ങളാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത്. മൈസൂർ ഭരണാധികാരിയായിരുന്ന ഹൈദരാലിയും മകൻ ടിപ്പു സുൽത്താനുമാണ് മൈസൂർ സേനയെ നയിച്ചത്. അപ്പൊ ടിപ്പു സുൽത്താന്റെ അച്ഛനാണ് ആര്, ഹൈദരലി എന്ന് പറയുന്നത്. അവർ എവിടെയായിരുന്നു, മൈസൂർ ഭരണാധികാരികളായിരുന്നു. 4 തവണ കമ്പനി സൈന്യവും മൈസൂർ സുൽത്താന്മാരും തമ്മിൽ ഏറ്റുമുട്ടി. 1782 ഹൈദരാലിയുടെ മരണാനന്തരം ടിപ്പു സുൽത്താൻ മൈസൂർ സേനയെ നയിച്ചു. 1799 4ാം മൈസൂർ യുദ്ധത്തിൽ കമ്പനി സൈന്യം ടിപ്പു സുൽത്താനെ വധിച്ചതോടെ മൈസൂർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിട്ട് മാറി. ഓരോ സ്ഥലങ്ങളെ കീഴ്പ്പെടുത്തുന്നതാണ് പറയുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മറാത്ത രാജ്യവും തമ്മിൽ നടന്നതാണ് ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്, ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിലായിരുന്നു, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മൈസൂരും തമ്മിൽ. ആംഗ്ലോ മറാത്ത യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു, മറാത്ത രാജ്യവും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും. 3ാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിലൂടെ മറാത്ത ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സിഖുകാരും തമ്മിൽ എന്തായിരിക്കും, അപ്പോ ആംഗ്ലോ സിഖ് യുദ്ധങ്ങളായിരിക്കും. സിഖുകാരുടെ പരാജയത്തോടെ പഞ്ചാബ് ബ്രിട്ടീഷ് അധീനതയിലായിട്ട് മാറി. അപ്പൊ മൈസൂർ കീഴടക്കി, അതിനു മുമ്പ് ബംഗാൾ കീഴടക്കി, മൈസൂർ കീഴടക്കി, മറാത്ത വംശം കീഴടക്കി, പഞ്ചാബ് കീഴടക്കി. അങ്ങനെ ഏതൊക്കെയാണ്, ആംഗ്ലോ മൈസൂർ യുദ്ധം, ആംഗ്ലോ മറാത്ത യുദ്ധം, ആംഗ്ലോ സിഖ് യുദ്ധം. എല്ലാം എന്താണ്, ആംഗ്ലോ മൈസൂർ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മൈസൂരും, ആംഗ്ലോ മറാത്ത ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മറാത്ത രാജ്യവും തമ്മിൽ. ആംഗ്ലോ സിഖ് ആവുമ്പോൾ എന്താണ്, സിഖുകാരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലാണ്. കീഴടക്കിയ പ്രദേശങ്ങളിൽ നിന്നും പരമാവധി സമ്പത്ത് കൈക്കലാക്കുകയായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനായി അവർ സ്വീകരിച്ച മാർഗങ്ങളാണ് കച്ചവടം, നികുതി പിരിവ്. അങ്ങനെ വന്ന നികുതി നയങ്ങളാണ് ഇമ്പോർട്ടന്റ് ആണ്, വളരെ 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 ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കുകളാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്. എവിടേക്കാണ്, ബംഗാള്, ബീഹാർ, ഒറീസ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരെന്ന് ചോദിക്കാറുണ്ട്. ആരാണ്, കോൺവാലിസ് പ്രഭുവാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കുന്നത്. 1793. എന്താണ് അതിന്റെ സവിശേഷത എന്ന് പറയുന്നത്, ഭൂവുടമകളായിരുന്ന സെമീൻദാർമാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ നികുതി പിരിക്കണം. ഓക്കെ, വിളവിലുള്ള ഏറ്റക്കുറിച്ചിൽ പരിഗണിക്കാതെ നിശ്ചിത തുക കർഷകർ നിർബന്ധമായ നികുതിയായിട്ട് നൽകണം. അതായത് വിളവ് എന്ത് ലഭിച്ചാലും, കിട്ടിയാലും കൊള്ളാം ഇല്ലേലും കൊള്ളാം വിളവ്, പക്ഷെ അവർക്ക് എന്ത് ലഭിക്കണം, നികുതി അവർക്ക് ലഭിക്കണം. അതായത് ആ കൊടുത്തിരിക്കുന്ന ഭൂമിയിൽ നിന്ന് വിളവ് ലഭിച്ചാലും ഇല്ലെങ്കിലും നികുതി എന്നുള്ളത് ഫിക്സഡ് ആയിരുന്നു. അതേപോലെ തന്നെ എന്താണ്, ഭൂവുടമകളായിരുന്ന സെമീൻദാർമാരായിരുന്നു ആർക്ക് വേണ്ടി, ബ്രിട്ടീഷുകാർക്ക് വേണ്ടി നികുതി പിരിച്ചിരുന്നത്. അത് വളരെ ഉയർന്ന നികുതിയുമായിരുന്നു. അതാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. നെക്സ്റ്റ് പറയുന്നത് റൈറ്റ് ബാരി സിസ്റ്റമാണ്. റൈറ്റ് ബാരി എവിടെയായിരുന്നു, ദക്ഷിണേന്ത്യയിലൊക്കെയായിരുന്നു, ഡെക്കാണും ദക്ഷിണേന്ത്യയിലുമായിരുന്നു.
1820. തോമസ് മൺട്രോയാണ് നടപ്പിലാക്കിയത്. അലക്സാണ്ടർ റീഡും തോമസ് മൺട്രോയുമാണ് നടപ്പിലാക്കിയ വ്യക്തി എന്ന് പറയുന്നത്. കർഷകരെ ഭൂവുടമകളായിട്ട് പരിഗണിക്കും. ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കും. മറ്റിടത്ത് എന്തായിരുന്നു? ഭൂ ഉടമകൾ സെമീന്ദാർമാരായിരുന്നു. അവർക്കാണ് എന്ത് ചെയ്യുന്നത്? നികുതി പിരിക്കാനുള്ള അവകാശം, അതും അവർ ഉയർന്ന നിരക്കില്. ഇവിടെ അങ്ങനെയല്ല. കർഷകർ എന്ത് ചെയ്യുന്നുണ്ട്? ഭൂ ഉടമകളാക്കി കണക്കാക്കിയിട്ട് ഡയറക്റ്റ് കർഷകരിൽ നിന്ന് നികുതി പിരിക്കും. നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയ കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും? പിടിച്ചെടുക്കും. ഇതിനെയാണ് റയറ്റ് വാലി സിസ്റ്റം എന്ന് പറയുന്നത്. അതെവിടെയായിരുന്നു? ദക്ഷിണാന്ത്യയിലും ഡെക്കാനിലും. തോമസ് മൺട്രോയും അലക്സാണ്ടർ റീഡുമായിരുന്നു. നെക്സ്റ്റ് പറയുന്നത് മഹൽബാരി സിസ്റ്റമാണ്. മഹൽബാരി സമ്പ്രദായം 1822 ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബിലൊക്കെ മഹൽബാരി സിസ്റ്റമാണ്. ആരാണ് നടപ്പിലാക്കിയത്? ഹോൾട്ട് മെക്കൻസി ആണ് മഹൽബാരി സിസ്റ്റം നടപ്പിലാക്കിയത്. ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് പഠിച്ചു വെക്കണേ. ഹോൾട്ട് മെക്കൻസി. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കിക്കേ, ഗ്രാമത്തെ ഒരു യൂണിറ്റ് ആയിട്ട് കണക്കാക്കും, എന്നിട്ടാണ് നികുതി പിരിക്കുന്നത്. നികുതി വീഴ്ച വരുത്തുന്ന ഗ്രാമത്തെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കും. അതായിരുന്നു മഹൽബാരി. അപ്പൊ റയറ്റ് വാരി സിസ്റ്റം ഉണ്ട്, മഹൽബാരി സിസ്റ്റം ഉണ്ട്. ആദ്യം എന്താണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. അവിടെ എങ്ങനെയാണ്? ഒരു ഭൂവുടമകൾ സമീന്ദാർമാരായിരുന്നു. റയറ്റ് വാരിയിൽ ആരായിരുന്നു? ഭൂവുടമകളെ കർഷകരായിട്ട് പരിഗണിക്കും. പിന്നെന്താണ്? കർഷകരെ ഭൂവുടമകളാക്കി പരിഗണിക്കും. മഹൽവാരി സിസ്റ്റം വരുമ്പോഴേക്കും ഒരു ഗ്രാമത്തെ മൊത്തം ഒരു യൂണിറ്റ് ആക്കി കണക്കാക്കിയിട്ട് അവിടെ നിന്ന് നികുതി പിരിക്കും. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി സമ്പ്രദായങ്ങളുടെ പൊതു സവിശേഷത എന്താണ്? ഉയർന്ന നികുതി നിരക്കാണ് അല്ലെ. പിന്നെ അതേപോലെ എന്താണ്? നികുതി പണമായിട്ടായിരുന്നു. പിന്നെ കൂടുതൽ പറയുന്നത് അവർക്ക് എന്താണ്? നികുതി വീഴ്ച വരുത്തി കഴിഞ്ഞാൽ അത് അവരുടെ നാടിനോട് അവർ കൂട്ടിച്ചേർക്കും. പിന്നെ പറയുന്നത്, പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നികുതി ഫിക്സർ ആയിരിക്കും. അതിന് എന്താണ്? വിളവ് കിട്ടിയാലും കൊള്ളാം, ഇല്ലേലും കൊള്ളാം, അതെന്ത് ചെയ്യണം? നമ്മൾ നികുതി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ നികുതി സമ്പ്രദായത്തിന്റെ ഫലമായി കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പണമിടപാടുകാരിൽ നിന്ന് പണം കടം വാങ്ങാൻ കർഷകർ നിർബന്ധിതരായി. തന്മൂലം കർഷകർ കടക്കെണിയിലായി. ഇവരുടെ ഭൂമി പിടിച്ചെടുക്കാനുള്ള അധികാരം പണമിടപാടുകാർക്ക് ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ പുതിയ നിയമവ്യവസ്ഥയും ഭൂനികുതി സമ്പ്രദായങ്ങളും പണമിടപാടുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു. ഓക്കെ, അതായത് ഇപ്പൊ ഇതെന്റെ കൃഷിഭൂമിയാണെങ്കിൽ എനിക്കിവിടെ കൃഷി ഉണ്ടായില്ല ഇപ്രാവശ്യം, പക്ഷെ ഞാൻ എന്ത് ചെയ്യണം? ടാക്സ്, നികുതി കൊടുത്തേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കാശില്ല, ഞാൻ പുതിയൊരാളുടെ നിന്ന് കാശ് മേടിക്കും. കാശ് കടം മേടിച്ച് ഞാൻ എന്താ? കടക്കാരനായി. സ്വാഭാവികമായിട്ടും ഇയാൾ എന്ത് ചെയ്യും? എൻ്റെ ഭൂമി അങ്ങ് പിടിച്ചിറക്കും. അപ്പൊ ഈ ഇങ്ങനെയുള്ള സിസ്റ്റം നടപ്പിലാക്കിയപ്പോഴേക്കും ഈ പറയുന്ന ഈ ഇടനിലക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? വളരെ സെറ്റായിട്ട് അവർക്കൊരു പ്രോത്സാഹനമായിരുന്നു അത്. ഭക്ഷ്യവിളകൾക്ക് പകരം ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായ നീലം, പരുത്തി തുടങ്ങിയ നാണ്യവിളകൾ കൃഷി ചെയ്യാൻ ബ്രിട്ടീഷുകാർ, അല്ലെ, നമുക്കറിയാം നീലം കലാപമൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ശരിക്കും പറഞ്ഞാൽ ഭൂമിയുടെ 20 ഭാഗത്തിൽ ഒരു ഭാഗം എന്ത് ചെയ്യണം? നീലം കൃഷി ചെയ്യണമെന്ന് നിർബന്ധമായിരുന്നു. അതിനെ തുടർന്നാണ് നീലം കലാപമൊക്കെ വരുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഇപ്പറയുന്ന ഭക്ഷ്യവിളകളല്ല, അവർക്ക് വേണ്ട നാണ്യവിളകൾ കൃഷി ചെയ്യാൻ വേണ്ടി നിർബന്ധിതരാകുകയാണ്. നാണ്യവിളകളുടെ വ്യാപനം ഭക്ഷ്യവിളകൾ കുറയുന്നതിനും ഭക്ഷ്യക്ഷാമത്തിനും കാരണമാകുന്നു. കാർഷിക മേഖലയിൽ വർദ്ധിച്ചു വന്ന ഈ വാണിജ്യവൽക്കരണമാണ് കർഷകരെ ചൂഷണം ചെയ്യാൻ പണമിടപാടുകാരെ സഹായിച്ചത്. വിളവെടുത്തു കഴിഞ്ഞാൽ കർഷകർ കിട്ടുന്ന വിലയ്ക്ക് കാർഷികോൽപ്പന്നങ്ങൾ വിൽക്കേണ്ടതായി വന്നു. ഇതൊക്കെയായിരുന്നു അവിടുത്തെ റീസൺ എന്ന് പറയുന്നത്. എങ്ങനെയൊക്കെ ആയിരിക്കും അവരെ അത് ബാധിച്ചിരിക്കുന്നത്? ഉയർന്ന നിരക്കിലുള്ള നികുതി അടയ്ക്കാൻ കർഷകർ ബുദ്ധിമുട്ടിയിരുന്നു. വെള്ളപ്പൊക്കമോ വരൾച്ചയോ മൂലം കൃഷിനാശം സംഭവിച്ചാലും നികുതി ഇളവ് ലഭിച്ചിരുന്നില്ല. കർഷകർക്ക് കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വരുന്നു. കടക്കണയിൽപ്പെട്ട കർഷകർക്ക് ഭൂമി നഷ്ടപ്പെട്ടു. ഇതൊക്കെയായിരുന്നു അവരെ ബാധിച്ച രീതി എന്ന് പറയുന്നത്. കർഷകരെ പോലെ തന്നെ കൈത്തൊഴിലാളികളും ബ്രിട്ടീഷ് നയങ്ങൾ ദുരിതത്തിലാക്കി. ബ്രിട്ടനിൽ നിന്നുള്ള യന്ത്രനിർമ്മിത ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ടു. അവയുമായുള്ള മത്സരം മൂലം കൈത്തൊഴിലാളികളുടെ ഉൽപ്പന്നമായ പരുത്തി, പട്ട്, കമ്പിളി, വസ്ത്രങ്ങൾ, അതേപോലെ മൺപാത്രം, തുകല്, ഭക്ഷ്യ എണ്ണ തുടങ്ങിയവയുടെ വിപണി നഷ്ടപ്പെട്ടു. ഇത് കരകൗശല തൊഴിൽ ഏർപ്പെട്ടിരുന്നവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്നതിന് കാരണമായി. പലരും തങ്ങളുടെ പരമ്പരാഗത കൈത്തൊഴിലുകൾ ഉപേക്ഷിക്കുന്നു. അതായത് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നുണ്ട്? വലിയ വലിയ എക്യുപ്മെന്റ്സ് ഒക്കെ ഇറക്കിയിട്ട് അവരെന്ത് ചെയ്യും? തുണിയൊക്കെ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ആക്കും. അപ്പൊ കുറച്ചും കൂടി വില കുറച്ച് കൊടുക്കും. സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും? വില കുറഞ്ഞ സ്ഥലത്ത് നിന്നല്ലേ മേടിക്കുള്ളൂ, നമ്മൾ അത് മേടിക്കാതിരിക്കാൻ ശ്രമിക്കും. നോക്കാം നമുക്ക് നെക്സ്റ്റ്. ചൂഷണത്തിനെതിരെയുള്ള പോരാട്ടങ്ങളാണ് ഈ പറയാൻ പോകുന്നത്. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു പരിധി കഴിഞ്ഞ് കഴിയുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും? പ്രതികരിക്കാൻ തുടങ്ങും. സന്യാസിമാരും പോരാളികളായപ്പോൾ, അല്ലെ, സന്യാസി കലാപം 1773 ഒരു വേനൽക്കാലം ബംഗാളിലെ പദചിഹ്നം എന്ന ഗ്രാമം
മഴ പെയ്തപ്പോൾ ജനങ്ങൾ ആശ്വസിച്ചു, ആഹ്ലാദിച്ചു. പക്ഷേ മഴ പെട്ടെന്ന് നിലച്ചു, വിള ഉണങ്ങിപ്പോയി, നാട്ടിൽ ക്ഷാമം പടർന്നു പിടിച്ചു. സർക്കാർ നികുതി പിരിവ് നിർത്തിയില്ല. നികുതി കുടിശ്ശികയടക്കം കർശനമായി പിരിക്കാൻ അവർ ഓടി നടന്നു. ബംഗാൾ ദയനീയമായ അവസ്ഥയിലെത്തി. ജനങ്ങൾ കഷ്ടപ്പെട്ടു, കന്നുകാലികളെ വിറ്റു, കൃഷിപ്പണിക്കുള്ള ആയുധങ്ങൾ വിറ്റു, വിത്ത് പോലും കൊടുക്കേണ്ടി വന്നു. വീട്ടിലെ പണ്ടങ്ങളും പാത്രങ്ങളും വിറ്റു. ചിലർക്ക് വീടിന്റെ വാതിൽ പോലും പൊളിച്ചു വിൽക്കേണ്ടി വന്നു. മനുഷ്യർക്ക് വിലയില്ലല്ലോ, അതുകൊണ്ട് മനുഷ്യരെ വിൽക്കാൻ സാധിച്ചില്ല. ഗ്രാമീണർ പുല്ലുകളും ഇലകളും കിഴങ്ങുകളും പറിച്ചെടുത്ത് തിന്നുകയുണ്ടായി. എലികളെയും പൂച്ചകളെയും നായകളെയും കൊന്നു തിന്ന് വിശപ്പടക്കി. രോഗങ്ങൾ പടർന്നു പിടിച്ചു. പനിയും പ്ലേഗും വസൂരിയും കാറ്റുപോലെ പരന്നു. രോഗികളെ ശുശ്രൂഷിക്കാനോ ശവങ്ങൾ മറവ് ചെയ്യാനോ ആളില്ലാതെയായി. വീടുകളിൽ ശവശരീരങ്ങൾ അനാഥമായി കിടന്ന് ചീഞ്ഞു നാറി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം ഇമ്പോർട്ടൻ്റ് ആണ്. ആനന്ദമഠം, ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന ബംഗാളി ഭാഷയിൽ എഴുതിയ നോവലിലെ ഒരു ഭാഗമാണ് നിങ്ങൾ വായിച്ചത്. ആനന്ദമഠം നോവൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, വന്ദേ മാതരം എടുത്തത് ആനന്ദമഠത്തിൽ നിന്നാണെന്നുള്ളത്. ബംഗാളിലുണ്ടായ ക്ഷാമം പരിഹരിക്കുന്നതിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി യാതൊരു ശ്രമവും നടത്തിയില്ല. അതിനാൽ ദരിദ്രരായ കർഷകരും തൊഴിലാളികളും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. കർഷക കലാപത്തിന് സന്യാസിമാരുടെ പിന്തുണയും ഉണ്ടായിരുന്നു. അതിനാൽ ഇവയാണ് സന്യാസി കലാപങ്ങൾ എന്നറിയപ്പെട്ടത്. സന്യാസിമാരോടൊപ്പം ഫക്കീർമാരും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിൽ അടിചേർന്നു. അതുകൊണ്ട് തന്നെ ഈ കലാപത്തെ സന്യാസി ഫക്കീർ കലാപം എന്നും വിളിക്കുന്നു. ഭവാനി പതക്, മജ്നു ഷാ എന്നിവരായിരുന്നു സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയത്. ഇവരുടെയൊക്കെ പേരുകളൊന്ന് പഠിക്കണം. ഇതൊക്കെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന ഫാക്ട്സ് ആണ്. പണ്ട് നമ്മൾ സന്യാസി കലാപം ഒന്ന് മാത്രം പഠിച്ചു, പക്ഷെ ഇപ്പൊ അവിടെ എന്താണ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അവരുടെ പേരുകൾ പറയുന്നുണ്ട്. അപ്പൊ ആരൊക്കെയാണ്? ഭവാനി പതക്കും മജ്നു ഷായും. വന്ദേ മാതരം നോക്കിക്ക്. 1882 ബംഗാളി ഭാഷയിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. ഭവാനന്ദൻ എന്ന കഥാപാത്രം ആലപിക്കുന്ന ഗാനമായാണ് വന്ദേ മാതരത്തെ നോവൽ പരാമർശിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണേ. ആരാണ്? ഭവാനന്ദൻ. അപ്പൊ വന്ദേ മാതരം എന്ന ആനന്ദമഠത്തിലെ ക്യാരക്ടറാണ് ആര്? ഭവാനന്ദൻ. ഭവാനന്ദനാണ് എന്ത് വന്ദേ മാതരം ആ നോവലില് ആലപിക്കുന്നത്. കൃഷിയിൽ നിന്നും കലാപത്തിലേക്ക്. ബ്രിട്ടീഷ് കോളനിയിൽ ഭരണത്തിനെതിരെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക കലാപമായിരുന്നു ബംഗാളിലെ നീലം കർഷക കലാപം. ഏത് വർഷം? 1859. ഇതിന് കാരണമായ സാഹചര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. ബ്രിട്ടീഷുകാരായ തോട്ടക്കാർ ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫാക്ടറികൾക്ക് ആവശ്യമായ അമരിച്ചെടി കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിക്കുന്നു. അമരിച്ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നീലം ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കാൻ കഴിയുള്ളൂ. അതായത് ഞാൻ കൃഷി ചെയ്താലും അതെന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് വിൽക്കാൻ പറ്റില്ല. നീലത്തിന് കമ്പോള വിലയേക്കാൾ താഴ്ന്ന വില മാത്രമാണ് കർഷകർക്ക് ബ്രിട്ടീഷുകാർ നൽകിയിരുന്നത്. അതായത് അവരുടെ കയ്യിൽ നിന്ന് വളരെ തുച്ഛമായ വിലയിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന നീലം മേടിച്ചിട്ട് അവർ വിൽക്കും. കടുത്ത ഭക്ഷ്യക്ഷാമത്തിനും ചൂഷണത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ഇത് വഴിതെളിച്ചു. കൃത്രിമ ചായം കണ്ടെത്തിയതോടെ നീലത്തിന്റെ ആവശ്യകത കുറഞ്ഞ് ദാരിദ്ര്യം വർദ്ധിപ്പിച്ചു. മറ്റു വഴികളില്ലാതെ കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭത്തിന്റെ പാതയിലേക്ക് തിരിഞ്ഞു. നീൽ ദർപ്പൺ എന്താന്ന് നോക്കിക്കേ. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ ആസ്പദമാക്കി 1860 ദീനബന്ധുമിത്ര രചിച്ച നാടകമാണ് നീൽ ദർപ്പൺ. 1860 നീൽ ദർപ്പൺ. ആരാണ്? ദീനബന്ധുമിത്ര. എന്താണ് അതിന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്? ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളാണ് നീലദർപ്പൺ എന്ന അല്ലെ നാടകം. ആരാണ്? ദീനബന്ധുമിത്രയാണ്. 1860. ദിഗംബർ ബിശ്വാസിന്റെയും വിഷ്ണു ബിശ്വാസിന്റെയും നേതൃത്വത്തിലായിരുന്നു നീലം കലാപത്തിന് തുടക്കം കുറിച്ചത്. അപ്പൊ നീലം കലാപത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? ദിഗംബർ ബിശ്വാസും വിഷ്ണു ബിശ്വാസും. ബംഗാളിലുടനീളം കലാപം പടർന്നു പിടിച്ചതോടെ കർഷകർ നീലം കൃഷി ഉപേക്ഷിച്ചു. തുടർന്ന് നീലം ഫാക്ടറികൾ ആക്രമിച്ചു. കൃഷിക്കാരുടെ പ്രതിരോധം ശക്തമായപ്പോൾ തോട്ടക്കാർ ഫാക്ടറികൾ അടച്ചുപൂട്ടുകയും ബംഗാളിൽ നീലം കൃഷി ഏതാണ്ട് ഇല്ലാതാവുകയും ചെയ്തു. കാടുണർന്നപ്പോൾ അടുത്ത പറയുകയാണ്. ഏറ്റവും സാഹസികമായ ധൈര്യമാണ് സാന്താളുകൾ. സാന്താൾ കലാപത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. സാന്താളുകൾ പ്രകടിപ്പിച്ചത് എപ്പോഴാണ് പിടിക്കപ്പെട്ട് ദണ്ഡന വിധേയരാകുക എന്നറിയില്ലെങ്കിലും അവർ കീഴടങ്ങാൻ തയ്യാറായില്ല. ഒരിക്കൽ 45 സാന്താളുകൾ ഒരു മൺകുടിൽ അഭയം തേടി ബ്രിട്ടീഷ് പട്ടാളക്കാർക്കെതിരെ പോരാടി. കുടിലിന് നേരെ തുരുതുരാ വെടിയുണ്ടകൾ പാഞ്ഞു. ഓരോ തവണയും ശരവർഷം കൊണ്ട് സാന്താളുകൾ മറുപടി നൽകി. അവസാനം വെടിനിർത്തി കുടിൽ പ്രവേശിച്ച പട്ടാളക്കാർക്ക് ഒരു വൃദ്ധനെ മാത്രമാണ് ജീവനോടെ കാണാനായത്. ഒരു പട്ടാളക്കാരൻ അയാളോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് പാഞ്ഞെടുത്ത വൃദ്ധൻ തന്റെ മഴുകൊണ്ട് അയാളെ വെട്ടിവീഴ്ത്തി. ഇതേതാണ്? ബിപിൻ ചന്ദ്രയുടേതാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന കൃതിയിൽ നിന്ന് ബിപിൻ ചന്ദ്ര പറഞ്ഞ കാര്യമാണ് പറയുന്നത്. അപ്പൊ പഠിച്ചു വെച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന കൃതി എഴുതിയതാരാണ്? ബിപിൻ ചന്ദ്രയാണ്. സാന്താൾ ഗോത്ര ജനതയുടെ ധീരത കാണിക്കുന്ന കുറിപ്പാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ഓക്കെ.
എന്തിനായിരിക്കും സാന്താൾ ജനത ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്? അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. 18-ാം നൂറ്റാണ്ടിൽ ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നിലേക്ക് കുടിയേറി പാർത്തിരുന്ന ഗോത്ര ജനവിഭാഗമാണ്, രാജ്മഹൽ കുന്നുകളാണ് സാന്താൾ കലാപത്തിന് വേദിയായത്. ഭൂവുടമകൾ അന്യായമായി കരം പിരിക്കുകയും കൊള്ളപ്പലിശക്കാർ നിരന്തരമായി കടം നൽകുകയും പകരമായി അവരുടെ ധാന്യങ്ങളും വനവിഭവങ്ങളും തട്ടിയെടുക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ പിൻബലത്തോടു കൂടിയായിരുന്നു നടന്നിരുന്നത്. ഭൂമിയുമായുള്ള ഗോത്ര ജനതയുടെ ബന്ധത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഇതെല്ലാം നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഉപാധികൾ മാത്രമായിരുന്നു. തങ്ങൾ നേരിട്ട അനീതികൾക്കെതിരെ ഗോത്ര ജനതയെ അണിനിരത്തിക്കൊണ്ട് 1855 ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താളുകൾ പോരാട്ടം തുടങ്ങി. അപ്പൊ ഏതാണ് വർഷം? 1855. ഈ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയ സിദ്ധുവിനെയും നമ്മൾ അങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത് അല്ലെ, സിദ്ധുവും കൻഹുവും അല്ലെ, സിദ്ധോവിനെയും കാൻഹുവിനെയും ബ്രിട്ടീഷുകാർ വധിച്ചു. അപ്പൊ സാന്താൾ കലാപം 1855. ആരൊക്കെയാണ്? സിദ്ധു എന്നാട്ടോ നമ്മൾ പഠിക്കുന്നത്, സിദ്ധുവും കാൻഹുവും. കലാപം ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടെങ്കിലും ഗോത്ര ജനതയുടെ പ്രതിരോധം ചരിത്രത്തിലെ ഒരു സുപ്രധാനമായ അധ്യായമായി സാന്താൾ കലാപമായിട്ട് മാറി. ഉൽഗുലാൻ. എന്താണ് ഉൽഗുലാൻ എന്ന് പറയുന്നത്? സാന്താൾ കലാപം പോലെ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും ഗോത്ര ജനവിഭാഗങ്ങളുടെ കലാപങ്ങൾ ഉണ്ടായി. 16-ാം നൂറ്റാണ്ടിലെ അവസാന ദശകത്തിൽ നടന്ന ഗോത്രവർഗ കലാപമാണ് ഉൽഗുലാൻ എന്ന് പറയുന്നത്. ഇത് മുണ്ടാ കലാപം എന്നാണ് പൊതുവെ നമ്മൾ മുണ്ടാ കലാപമാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ അതിന്റെ മറ്റൊരു പേരാണ് എന്ത്? ഉൽഗുലാൻ. പഠിച്ചു വെച്ചോളണേ, ഉൽഗുലാൻ. വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കം എന്നാണ് ഉൽഗുലാൻ എന്ന പദത്തിന്റെ അർത്ഥം. വലിയ കോലാഹലം, മുണ്ടാ കലാപം അല്ലെ, ബിർസ മുണ്ട നമ്മൾ പഠിക്കുന്നുണ്ട്. ഇന്നത്തെ ജാർഖണ്ഡിലെ മുണ്ടാ ഗോത്ര വിഭാഗങ്ങളിലെ ജനവാസ മേഖലകളിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തെ തകർത്ത് മുണ്ടാ രാജ് സ്ഥാപിക്കാൻ ശ്രമിച്ച ബിർസ മുണ്ടയാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. കലാപത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ബ്രിട്ടീഷ് കോളനിയിലെ ചൂഷണവും ഭൂമി പിടിച്ചെടുക്കലും, പണമിടപാടുകാരുടെയും വ്യാപാരികളുടെയും സാമ്പത്തിക ചൂഷണം. ഇത് തന്നെയാണ് എല്ലാ കലാപങ്ങളുടെയും ഒരു മെയിൻ റീസൺ. നമ്മളിവിടെ വരുമ്പോഴേക്കും അല്ലെ, കുറിച്യർ കലാപം ഒക്കെ വരുന്നുണ്ട്. എല്ലാത്തിന്റെയും ഒരു ബേസിക് റീസൺ എന്ന് പറയുന്നത് ഇവരുടെ ബ്രിട്ടീഷുകാരുടെ നികുതി തന്നെയായിരുന്നു. ആരാണ് ബിർസ മുണ്ട? നോക്കിക്കേ, ബിർസ മുണ്ടയുടെ ജന്മദിനമാണ് നവംബർ 15. ജൻജാതീയ ഗൗരവ് ദിവസ് എന്നാണ്. നവംബർ 15 ഗോത്രാഭിമാന ദിനം. ചോദിക്കാം കേട്ടോ. 2021 മുതലാണ് ഇന്ത്യയിൽ ആരംഭിക്കാൻ തുടങ്ങിയത്. അപ്പൊ നവംബർ 15. നവംബർ 14 എന്താണ് നമ്മൾ പഠിക്കുന്നത്? നവംബർ 14 ശിശുദിനം അല്ലെ. അപ്പൊ അതേപോലെ നവംബർ 15 എന്ത് പറയുന്നത്? ഈ പറയുന്ന ബിർസ മുണ്ടയുടെ ജന്മദിനമാണ്. ജൻജാതീയ ഗൗരവ് ദിവസ് അങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ ഗോത്രാഭിമാന ദിനം എന്ന് ചോദിക്കാം. ഇന്ത്യൻ പാർലമെന്റിൽ ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ടിട്ടുള്ള ഏക ഗോത്ര ജനതയുടെ നേതാവാണ് ബിർസ മുണ്ട. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ബിർസ മുണ്ടയുമായി ബന്ധപ്പെട്ട ശരിയായത് ഏത് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ ഇന്ത്യൻ പാർലമെന്റിൽ ആരുടെ ഛായാചിത്രമാണുള്ളത്? ബിർസ മുണ്ടയുടേത്. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇഖ്ബാൽ റുദാനി രചിച്ച കൃതിയാണ് എന്താ? ഗാന്ധി സേ പഹലെ ഗാന്ധി. ഗാന്ധിക്ക് മുമ്പുള്ള ഗാന്ധി സേ പഹലെ ഗാന്ധി എന്ന് പറയുന്ന ആരാണ്? ബിർസ മുണ്ടയുടെ ജീവചരിത്രമാണ്. ആരാണ് എഴുതിയത്? ഇഖ്ബാൽ ദുറാനി. പഠിച്ചു വെക്കണേ. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേതാദേവി രചിച്ച കൃതിയാണ് ആരണ്യർ അധികാർ. ആരണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? കാട്. കാടിന്റെ അധിപൻ ആരാണ്? ബിർസ മുണ്ടയെ കഥാപാത്രമാക്കി ആര്? മഹാശ്വേതാദേവി. ഓക്കെ ആണല്ലോ. ഇനി പറയുന്നത് പോരാട്ടത്തിന്റെ ഗർജനം. ആരാണ്? ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ തമിഴ്നാട്ടിലെ സൈനിക തലവനായ പോളിഗർമാരെയും ബാധിച്ചു. ആരാണ് പോളിഗർ എന്ന് പറയാം? പാളയം അഥവാ സൈനിക താവളം എന്നർത്ഥം വരുന്ന പാളയക്കാർ എന്ന തമിഴ് പദത്തിൽ നിന്നാണ് പോളിഗർ എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. തിരുനെൽവേലിയിലെ പാഞ്ചാലം കുറിച്ചിയിലെ പോളിഗറായിരുന്നു വീരപാണ്ഡ്യ കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗറായിരുന്നു മരുതപാണ്ഡ്യ സഹോദരന്മാരും. അപ്പൊ ആരൊക്കെയാണ്? വീരപാണ്ഡ്യ കട്ടബൊമ്മനും അതേപോലെ മരുതപാണ്ഡ്യ സഹോദരന്മാരും. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ സുപ്രധാന പങ്ക് വഹിച്ചവരായിരുന്നു ഇവര്. ജനങ്ങളുടെ സംരക്ഷകൻ എന്ന നിലയിൽ ജനങ്ങളുമായുള്ള നല്ല ബന്ധമുണ്ടായിരുന്നു കട്ടബൊമ്മനുണ്ടായിരുന്നത്. ജനങ്ങളിൽ നിന്നുള്ള നികുതി പിരിവും പോളിഗറുടെ ചുമതലയായിരുന്നു. പാഞ്ചാലം കുറിച്ചിയിലെ ഭരണാധികാരി ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങിയെങ്കിലും കട്ടബൊമ്മൻ എന്ത് ചെയ്യുന്നില്ല? അതിന് തയ്യാറാകുന്നുണ്ടായിരുന്നില്ല. കട്ടബൊമ്മൻ അതിന് നിലവിലുള്ള നികുതി വർദ്ധിപ്പിച്ച് ബ്രിട്ടീഷുകാർ ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിച്ചു. നികുതി പിരിവിനെ ചോദ്യം ചെയ്തായിരുന്നു കട്ടബൊമ്മനെ ബ്രിട്ടീഷുകാരുടെ ശത്രുവാക്കിയത്. കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുതപാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി വീരമൃത്യു വരിച്ചു. അപ്പൊ ആരൊക്കെയാണ് പഠിക്കേണ്ടത്? ഈ പറയുന്ന 2 പേരല്ലേ,
ആരൊക്കെയാണ്? വീരപാണ്ഡ്യ കട്ടബൊമ്മനും മരുത് പാണ്ഡ്യ സഹോദരന്മാരും. അവരാണ് തമിഴ്നാട്ടിൽ ഈ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അപ്പൊ ദേ അടുത്ത നമ്മുടെ ആറ്റിങ്ങലിലേക്ക് നമ്മൾ എത്തുവാണ്. ആറ്റിങ്ങൽ കലാപം നമ്മുടെ നാട്ടിലേക്ക് വരുവാണ്. നോക്കിക്കേ, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപമായിരുന്നു ആറ്റിങ്ങൽ കലാപം. അല്ലെ, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ആദ്യ സംഘടിത കലാപം ഏതെന്ന് ചോദിക്കാറുണ്ട്. ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. ആദ്യ കലാപം 5 തെങ്ങ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇത് സംഘടിത കലാപമാണ്. 1721 ആറ്റിങ്ങൽ കലാപം. ഓക്കെ, ഏതാണ് വർഷം? 1721. കുരുമുളക് വ്യാപാരവുമായി ബന്ധപ്പെട്ടും ആഭ്യന്തര ഭരണ വിഷയങ്ങൾ ഇടപെട്ടും ജനങ്ങൾക്കിടയിൽ വർഗീയ വംശീയ വിദ്വേഷം വളർത്താൻ ശ്രമിച്ചും ആറ്റിങ്ങൽ പ്രദേശത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ബ്രിട്ടീഷുകാർ നിരന്തരം ശ്രമിച്ചിരുന്നു. ഭരണാധികാരിയായിരുന്ന ആറ്റിങ്ങൽ റാണിക്ക് ഓരോ പുതുവർഷത്തിലും പാരിതോഷികങ്ങൾ നൽകുന്ന പതിവ് 1721 ആവർത്തിക്കാനായി ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. എന്നാൽ ഇത് ഏതെങ്കിലും തരത്തിലുള്ള അപായത്തിന് കാരണമാകുമെന്ന് ഭയന്നതിനാൽ ചില നാട്ടുപ്രമാണികൾ ഇതിനെ എതിർത്തു. നാട്ടുപ്രമാണികൾ മുഖേന മാത്രം പാരിതോഷികങ്ങൾ നൽകിയാൽ മതിയെന്ന അവരുടെ അഭിപ്രായത്തെ വകവയ്ക്കാതെ ഗിഫോർഡിന്റെ നേതൃത്വത്തിലുള്ള 140ഓളം ബ്രിട്ടീഷുകാരടങ്ങുന്ന സംഘം ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനങ്ങൾ നൽകാനായി എത്തിയതാണ് സംഘർഷത്തിനിടയാക്കിയത്. ഈ സംഘത്തെ വർഗ വർണ്ണ ജാതി മത വ്യത്യാസമില്ലാതെ നാട്ടുകാർ ആക്രമിച്ചു വധിച്ചു. മാത്രമല്ല 5 തെങ്ങിലെ ബ്രിട്ടീഷ് കോട്ട വളഞ്ഞ് ഉപരോധം ഏർപ്പെടുത്തി. കേരളത്തിലെ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യകാല സംഘടിത ജനകീയ പ്രക്ഷോഭം എന്ന നിലയിൽ ആറ്റിങ്ങൽ കലാപത്തിന് പ്രാധാന്യമുണ്ട്. അതായത് ആറ്റിങ്ങലിലെ റാണിയായിരുന്നു ആര്? ഉമയമ്മ റാണി. അല്ലെ, ഈ റാണിക്ക് വേണ്ടിയിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? എപ്പോഴും സമ്മാനങ്ങളായിട്ട് ഇവർ പോകും. ഈ സമ്മാനങ്ങളും കൊണ്ടുപോയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സമ്മാനങ്ങൾ തരുന്ന ഒരാളോ നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ മൂഷിപ്പിക്കാനായിട്ട് ശ്രമിക്കില്ല. അപ്പോൾ ഇവർക്ക് നാട്ടുപ്രമാണികൾക്ക് മനസ്സിലായി ഈ പതിവ് ഇങ്ങനെ തുടർന്നാൽ ഇത് ശരിയാവില്ല, ഇത് പ്രശ്നമാകുമെന്ന് മനസ്സിലായിട്ട് അവർ എന്ത് പറയും? നിങ്ങൾ ഡയറക്റ്റ് സമ്മാനം കൊടുക്കേണ്ട, ഞങ്ങൾ നാട്ടുപ്രമാണിമാർക്ക് തന്നിട്ട് ഞങ്ങൾ മുഖാന്തരം അത് അവിടെ എത്തിക്കാമെന്ന് പറയും. പക്ഷെ അവരെന്താണ്? സ്വാഭാവികമായിട്ടും ഗിഫോർഡും കൂട്ടും എന്ത് ചെയ്യുന്നില്ല, അത് സമ്മതിക്കുന്നില്ല. അവർ ഡയറക്റ്റ് കൊണ്ടുപോകും. ഈ പറയുന്ന ബ്രിട്ടീഷ് പട്ടാളത്തെ മൊത്തത്തിൽ അങ്ങ് നാട്ടുകാരും എല്ലാവരും കൂടി ചേർന്ന് അങ്ങ് വധിക്കും. ഇതാണ് നമ്മൾ ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. അതിന് മുമ്പ് ഒരു വെല്ലൂർ കലാപമുണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപം ചോദിച്ചാൽ ഏതാണ്? തമിഴ്നാട്ടിലെ വെല്ലൂർ കലാപമാണ്. ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരാണ് ഈ കലാപത്തിന് നേതൃത്വം നൽകിയത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയുടെ സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങളായിരുന്നു വെല്ലൂർ കലാപത്തിന് കാരണം. 1806 നടന്ന കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും തുടർന്നുണ്ടായ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് വെല്ലൂർ കലാപം പ്രചോദനമായി. അപ്പൊ ഏതാണ്? 1806 അപ്പൊ എന്താണ് വെല്ലൂർ കലാപം? ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപം ചോദിച്ചാൽ അത് വെല്ലൂർ കലാപമാണ്. അവരുടെ വേഷവിധാനം നമുക്കറിയാം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന എന്താണ്? കലാപം പൊട്ടിപ്പുറപ്പെട്ടു മീററ്റിൽ. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അവരുടെ എന്തായിരുന്നു, ആ വെടിക്ക് കൊടുക്കുന്ന അവരുടെ ഉണ്ടയിൽ പന്നിയുടെ നെയ്യും ഒക്കെ, പന്നിയും പശുവിൻ്റെയൊക്കെ നെയ്യ് ഉണ്ടായിരുന്നു എന്നുള്ളൊരു കൺസെപ്റ്റിൽ നിന്നാണ് ആ യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഇവരുടെ വേഷവിധാനമായിരുന്നു അന്നത്തെ പ്രശ്നം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്ന സ്ത്രീ മുന്നേറ്റങ്ങളെ പറ്റിയാണ്. ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ ഇന്ത്യയിലെ ഭരണാധികാരികളെയും ബാധിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടിയ ധീരവനിതയായിരുന്നു കിട്ടൂർ റാണി ചെന്നമ്മ. മറാത്ത ഭരണത്തിന്റെ മേൽക്കോയ്മ അംഗീകരിച്ച കർണാടകയിലെ നാട്ടുരാജ്യമായിരുന്നു കിട്ടൂർ. 3-ാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചതോടുകൂടി കിട്ടൂർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായി. ശിവലിംഗ രുദ്രദേശായി ആയിരുന്നു കിട്ടൂരിന്റെ ഭരണാധികാരിയായി. അദ്ദേഹത്തിന്റെ മരണശേഷം വിധവയായിരുന്ന ചെന്നമ്മ ഒരാൺകുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. ഇത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തടയുകയും കിട്ടൂരിനെ ബ്രിട്ടീഷ് ഇന്ത്യയോടുകൂടി ചേർക്കുകയും ചെയ്തു. ഇതിൽ പ്രകോപിതയായ കിട്ടൂർ റാണി ചെന്നമ്മ ബ്രിട്ടീഷുകാരുമായി യുദ്ധം പ്രഖ്യാപിച്ചു. 1829 ബ്രിട്ടീഷുകാരുടെ തടവിൽ കഴിയവേ റാണി ചെന്നമ്മ മരണപ്പെട്ടു. അതായത് ബ്രിട്ടീഷുകാരെ ഈ പറയുന്ന മറാത്ത യുദ്ധത്തോടു കൂടി ഈ കിട്ടൂർ എന്ന പ്രദേശം പിടിച്ചെടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ ഭരണാധികാരിയായിരുന്ന ശിവലിംഗ രുദ്രദേശായി മരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ വിധവിയായ ഭാര്യ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ആൺകുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിക്കും. ആൺകുട്ടിയെ ദത്തെടുക്കാൻ നമുക്കറിയാം, അവിടെ ദത്തവകാശ നിരോധന നിയമങ്ങളൊക്കെ അതിനുശേഷം വരുന്നുണ്ട്. അപ്പൊ അത് പറയുന്നത് എന്താണ് കാര്യം? ഒരു രാജാവ് മരിച്ച ഒരു രാജാവായിട്ടില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും ആ രാജ്യത്തെ ബ്രിട്ടീഷുകാരോട് കൂട്ടിച്ചേർക്കുകയാണ്. അപ്പൊ ഈ കിട്ടൂർ റാണി ചെന്നമ്മ ഒരു ആൺകുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിക്കുകയും അതിനെ ബ്രിട്ടീഷുകാരെ എതിർക്കുകയും ഈ കിട്ടൂർ റാണി എന്ത് ചെയ്യുന്നുണ്ട്? അവരെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അവരെ പിടിച്ചെടുക്കുകയും 1829 അവർ മരിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി പറയുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പിടിച്ചുകുലുക്കിയ കൊടുങ്കാറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് വായിച്ചു നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. കൻവറും സംഘവും നദീമധ്യത്തിലേക്ക് നീങ്ങി തുടങ്ങിയപ്പോഴാണ് കരയിൽ നിന്ന് ഇംഗ്ലീഷ് പട്ടാളം വെടിവെച്ച് തുടങ്ങിയത്. കൻവറിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ.
കൻവർ സിംഗിന്റെ ഇടത് കൈക്ക് വെടിയേറ്റു. കൈ ഒടിഞ്ഞു തൂങ്ങി. കൻവർ സിംഗ് പിന്നെ മടിച്ചില്ല. ആ സാഹസികൻ അരയിൽ തിരികെ കടാരയെടുത്ത് നിഷ്പ്രയോജനം ഭുജം വെട്ടിക്കളഞ്ഞു. ഗംഗാമാതാവിനെ ഇത് ഞാൻ തർപ്പണം ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് മുറിച്ചെടുത്ത അവയവഭാഗം നദിയുടെ കയത്തിലേക്ക് വലിച്ചെറിഞ്ഞത്. ആരാണ് പറയുന്നത്? KSICL ദേശീയ സ്വാതന്ത്ര്യ സമരയന്ത്രം കുട്ടികൾക്ക് എന്ന പുസ്തകത്തിലാണ്. 1857 കലാപത്തിന്റെ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കൻവർ സിംഗിന്റെ ധീരതയെക്കുറിച്ചാണ് പറയുന്നത്. കൻവർ സിംഗ് നമ്മൾ പറയുവാണ്. 57 വിപ്ലവത്തിലേക്ക് നമ്മൾ വരുവാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഇന്ത്യയുടെ പല ഭാഗത്തും ഒറ്റപ്പെട്ട പോരാട്ടങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇനി അത്തരം പോരാട്ടങ്ങളെല്ലാം കമ്പനി പട്ടാളം അടിച്ചമർത്തി. എന്നാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന സംഘടിത കലാപമായിരുന്നു 1857 നടന്നത്. അതുകൊണ്ട് തന്നെ ചരിത്രകാർ ഈ കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി വിശേഷിക്കപ്പെടുന്നു. സാധാരണക്കാർ, കർഷകർ, കൈത്തൊഴിലാളികൾ, നാട്ടുരാജാക്കന്മാർ, സൈനികർ, ഭൂപ്രഭുക്കൾ തുടങ്ങിയ സമൂഹത്തിലെ നിരവധി ജനവിഭാഗങ്ങൾ പങ്കെടുത്ത ആദ്യത്തെ ബ്രിട്ടീഷ് വിരുദ്ധ സമരമായിരുന്നു ഇത്. വിവിധ ജനവിഭാഗങ്ങളെ കലാപത്തിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരിക്കും? കാര്യം എല്ലാവർക്കും ഈ പറയുന്ന ബ്രിട്ടീഷുകാർ വന്നതോടുകൂടി എല്ലാവരുടെയും കർഷകരായിക്കോട്ടെ, കൈത്തൊഴിലാളികളായിക്കോട്ടെ, നാട്ടുരാജ്യക്കന്മാരായിക്കോട്ടെ, സൈനികരായിക്കോട്ടെ, എല്ലാവർക്കും അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അവരെന്ത് ചെയ്തു? എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങ് നിൽക്കാൻ തുടങ്ങി. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങൾ കലാപത്തിന് കാരണമായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സൈനിക സഹായ വ്യവസ്ഥയും ദത്തവകാശ നിരോധന നിയമവും. അതാണ് നമ്മൾ പറയാൻ പോകുന്നതിന്. സബ്സിഡറി അലയൻസ്. അപ്പൊ എന്താണ് സൈനിക സഹായ വ്യവസ്ഥ അഥവാ സബ്സിഡറി അലയൻസ് എന്ന് പറയുന്നത്? ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്വ വികസനത്തിനും കൂടുതൽ അധീശത്വം ഉറപ്പിക്കുന്നതിനും വേണ്ടി ഗവർണർ ജനറൽ വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയതാണ് സൈനിക സഹായ വ്യവസ്ഥ. അപ്പൊ ആരാണ് സബ്സിഡറി അലയൻസ് അഥവാ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത്? വെല്ലസ്ലി പ്രഭു. ഓക്കെ ആണല്ലോ. ബ്രിട്ടീഷുകാരുമായി സൈനിക സഹായത്തിൽ ഏർപ്പെടുന്ന നാട്ടുരാജ്യങ്ങൾക്ക് ചില വ്യവസ്ഥകൾ പാലിക്കേണ്ടി വരുന്നു. അപ്പൊ എന്താണ് സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുകയാണ്. സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് കമ്പനി സൈന്യത്തിന്റെ ഒരു യൂണിറ്റ് തന്റെ രാജ്യത്തിനോട് സ്ഥിരമായി നിർത്തണം. അതായത് എന്റെ രാജ്യമാണെങ്കിൽ ഈ ബ്രിട്ടീഷുകാരുടെ ഒരു പട്ടാളക്കാർ സ്ഥിരമായിട്ട് നമ്മുടെ രാജ്യത്ത് ഉണ്ടാകും. ഇവരുടെ എന്താണ് എല്ലാ ചെലവും ആര് വഹിക്കണം? രാജാവ് വഹിക്കണം. അതേപോലെ തന്നെ കമ്പനിയുടെ അനുമതി ഇല്ലാതെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ഒരു സഖ്യത്തിലും ഏർപ്പെടാനായിട്ട് പാടില്ല. ഇതൊക്കെയായിരുന്നു ഫസ്റ്റ് പറയുന്ന വ്യവസ്ഥകൾ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? വ്യവസ്ഥയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ കമ്പനിയുടെ ഒരു സെറ്റ് പട്ടാളം അവിടെ ഉണ്ടാകും. അതേപോലെ തന്നെ അവരുടെ സകല ചെലവുകളും ആര് വഹിക്കണം? ഈ പറയുന്ന രാജാവ് നോക്കിക്കൊള്ളണം. അതേപോലെ തന്നെ ഇവരുടെ കമ്പനിയുടെ അനുമതി ഇല്ലാതെ മറ്റൊരു രാജ്യക്കാരുമായിട്ടും എന്ത് ചെയ്യാൻ പാടില്ല? ഒരു സഖ്യത്തിലും ഏർപ്പെടാൻ പാടില്ല. ബ്രിട്ടീഷ് ഗവർണർ ജനറലുമായി ആലോചിക്കാതെ ഒരു നടപടിയും സഖ്യരാജാവ് എടുക്കാൻ പാടില്ല. സഖ്യരാജാവ് തന്റെ രാജ്യത്തെ ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ താമസിപ്പിക്കണം. ഈ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടാൽ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർക്ക് പിടിച്ചെടുക്കാം. ഇത്രയുമായിരുന്നു സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഈ വ്യവസ്ഥകൾ വായിക്കുമ്പോഴേക്കും കാര്യം അവരതിനെ ഒപ്പുവെക്കുന്നത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് മറ്റ് ആൾക്കാരോ മറ്റു നാട്ടുരാജാക്കന്മാരോ ഒക്കെ നമ്മളെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഇതായിരുന്നു ഈ രാജാക്കന്മാരുടെ ചിന്ത എന്ന് പറയുന്നത്. പക്ഷേ അതിനുള്ളിൽ എന്തായിരുന്നു? വല്ലാത്തൊരു ഊരാക്കുടുക്കിലാണ് അവരെ ഒപ്പുവെക്കുന്നത്. മൊത്തത്തിൽ അവരെ ശരിക്കും ഒരു കീഴ്പ്പെടുത്തുന്ന തരത്തിലായിരുന്നു. കാര്യം ഒരു നടപടി എടുക്കാൻ പാടില്ല, ഒരു കാര്യങ്ങളും തീരുമാനിക്കാൻ പാടില്ല, ഇവരെ മൊത്തത്തിൽ മറ്റു രാജ്യങ്ങളോട് സഖ്യം പാടില്ല. മൊത്തത്തിൽ രാജാക്കന്മാരെ കൊടുക്കുന്ന ഒരു തീരുമാനം തന്നെയായിരുന്നു എന്ത്? സൈനിക സഹായ വ്യവസ്ഥ. പക്ഷെ പലരും രാജാക്കന്മാരും എന്താണ് ഇതൊന്നും ആലോചിക്കാതെ തന്നെ അവരെ സഹായിക്കുമെന്നൊരു ഒറ്റ കാര്യം കൊണ്ട് ബാക്കി ഒന്നും അതിന്റെ ദൂഷ്യഫലങ്ങൾ ആലോചിക്കാതെ അവരങ്ങ് ഒപ്പുവെക്കുകയാണ്. നെക്സ്റ്റ് പറയുന്നത് ദത്തവകാശ നിരോധന നിയമം, ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് എന്ന് പറയും. എന്താണ്? ഒരു നാട്ടുരാജ്യത്തിലെ ഭരണാധികാരി പിന്തുടർച്ചാവകാശങ്ങളില്ലാതെ, അതായത് ആൺമക്കളില്ലാതെ മരിച്ചു കഴിഞ്ഞാൽ മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഒരു ആൺകുട്ടിയെ അനന്തരാവകാശിയെ ദത്തെടുക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഡൽഹൌസി, അപ്പൊ ദത്തവകാശ നിരോധന നിയമം ഡൽഹൌസിയാണ്. ഇനി സൈനിക സഹായ വ്യവസ്ഥ ആരാണ്? വെല്ലസ്ലി ആണ്. ചോദിക്കാറുണ്ട്. ദത്തവകാശ നിരോധന നിയമപ്രകാരം ദത്തെടുക്കാനുള്ള രാജാവിന്റെ അവകാശം അങ്ങില്ലാതാക്കും. അനന്തരാവകാശം ഇല്ലാതാകുന്നതോടെ ആ നാട്ടുരാജ്യം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലാകും. ഈ രണ്ട് നിയമങ്ങൾ പ്രകാരം നിരവധി നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ദുർഭരണം ആരോപിച്ച അവധ് എന്ന നാട്ടുരാജ്യവും ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. അപ്പൊ ഏതാണ്? അവധ്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ റാണി ലക്ഷ്മിഭായി ഒക്കെ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന യുദ്ധത്തിലേക്ക് വരാനുള്ള റീസൺ എന്നൊക്കെ പറയുന്നത് ദത്തവകാശ നിരോധന നിയമമായിരുന്നു. അവര് കുഞ്ഞിനെ ദത്തെടുക്കുകയും അത് പറ്റില്ല എന്നൊക്കെ പറയുന്ന അതൊക്കെയായിരുന്നു റാണി ലക്ഷ്മിഭായ്, ഝാൻസി റാണി നമ്മുടെ ഈ 1857 വിപ്ലവത്തിലേക്ക് വരാനുള്ള കാരണം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഇന്ത്യൻ സൈനികർക്ക്
ബ്രിട്ടീഷ് പടയാളികളുടെ അത്ര തന്നെ സമർത്ഥരായിരുന്നുവെങ്കിലും ഇന്ത്യൻ സൈനികർക്ക് കുറഞ്ഞ വേതനവും മോശം ഭക്ഷണവും താമസ സൗകര്യവുമാണ് നൽകിയിരുന്നത്. അതൃപ്തി നിറഞ്ഞ ഈ സാഹചര്യത്തിലാണ് കമ്പനി പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ സൈനികർക്ക് വിതരണം ചെയ്തത്. അതിന്റെ വെടിയുണ്ടകൾക്ക് ഗ്രീസ് പുരട്ടിയ ഒരു കടലാസ് കവർ ഉണ്ടായിരുന്നു. തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് ഈ കവർ കടിച്ചു കീറണം. കവറിൽ പുരട്ടിയിരുന്നത് പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പിൽ നിന്നുണ്ടാക്കിയ ഒരുതരം ഗ്രീസ് ആയിരുന്നു എന്ന പ്രചരണം സൈനികർക്കിടയിലുണ്ടായി. ഇത് അവരുടെ മതവിശ്വാസം, കാര്യം ഹിന്ദുക്കളെ സംബന്ധിച്ച് പശു എന്ന് പറയുന്നത് വളരെയധികം ഡിവൈൻ ആയിട്ടുള്ളതാണ്. മറ്റേ നമ്മുടെ മുസ്ലിംസ് ആണെങ്കിലോ അവർക്ക് എന്താണ്, പന്നി എന്ന് പറയുന്നത് ഹറാമാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും അവരുടെ ആ ഒരു മതവിശ്വാസത്തെയാണ് അവർ വ്രണപ്പെടുത്തിയത്. ഇതിനെതിരെ ആദ്യമായി പ്രതിഷേധിച്ചത് ബരക്പൂരിലെ സൈനികരായിരുന്ന മംഗൾ പാണ്ഡെയാണ്. തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് നിർബന്ധിച്ച് ബ്രിട്ടീഷ് സൈനികനെ ആക്രമിച്ചതിന് മംഗൾ പാണ്ഡെയെ 1857 മെയ് ഏപ്രിൽ 8 ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി. അപ്പൊ ആരാണ് ആദ്യത്തെ രക്തസാക്ഷി എന്ന് ചോദിക്കാറുണ്ട്. ആരാണ്? മംഗൾ പാണ്ഡെയാണ്. 1857 കലാപം ആരംഭിച്ചത് എവിടെയെന്ന് ചോദിക്കാറുണ്ട്. എവിടെയാണ്? ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു. മംഗൾ പാണ്ഡെയുടെ വധത്തെ തുടർന്ന് സംഘടിപ്പിച്ച ഇന്ത്യക്കാരായിരുന്ന സൈനികർ ഡൽഹിയിലെത്തി മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് ആരോപിക്കുന്നു. അപ്പൊ ചോദിക്കാറുണ്ട് 1857 വിപ്ലവത്തെ തുടർന്ന് ഇന്ത്യയുടെ ചക്രവർത്തിയായ ആരോപിച്ചാരെയാണ്? ബഹദൂർ ഷാ സെക്കൻഡ് ആണ്. സൈനികരെ കൂടാതെ അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളും കർഷകരും മറ്റ് ജനവിഭാഗങ്ങളും ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും കലാപത്തിൽ പങ്കെടുത്തു. മാസങ്ങൾ കൊണ്ട് ബ്രിട്ടീഷുകാർ എല്ലായിടത്തും ലഹള അടിച്ചമർത്തി. നിരവധി ഇന്ത്യക്കാരെ വെടിവെച്ചു കൊന്നു. വളരെ പേരെ പീരങ്കിയുണ്ടയ്ക്ക് ഇരയാക്കി. അനേകായിരങ്ങളെ വഴിമരക്കൊമ്പുകൾ ജീവനോടെ തലകീഴായി തൂക്കി. അവതിൽ മാത്രം കലാപത്തിൽ കൊല്ലപ്പെട്ട 1.5 ലക്ഷം പേരിൽ 1 ലക്ഷം പേരും സാധാരണക്കാരായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ അടിച്ചമർത്തലിനെ ശക്തമായി പ്രതിരോധിക്കാൻ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ ഐക്യത്തിന് സാധിച്ചു. കലാപം നടക്കാത്ത ഇടങ്ങളിൽ പോലും സാധാരണ ജനങ്ങളുടെ പിന്തുണ കലാപകാരികൾക്കുണ്ടായിരുന്നു. കലാപത്തിന്റെ യഥാർത്ഥ ശക്തി ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു. കൻവർ സിംഗിന്റെ കഥ പോലെ തന്നെയാണ് കുറെ പേരുടെ കഥകൾ നമുക്ക് പഠിക്കാനുണ്ട്. ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നാനാ സാഹിബ്, താന്തിയ തോപ്പി, ബീഗം ഹസ്രത്ത് മഹൽ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അറിയാം, പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. ഡൽഹിയിൽ ആരൊക്കെയാണ്? ബഹദൂർ ഷാ സെക്കൻഡും ജനറൽ ഭക്ത് ഖാനും. കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ബഹദൂർ ഷാ സെക്കൻഡിനെയാണ്. അദ്ദേഹത്തെയാണ് വിപ്ലവാനന്തരം ബ്രിട്ടീഷുകാർ എങ്ങോട്ടേക്ക് നാട് കടത്തുന്നത്? റങ്കൂണിലേക്ക് നാട് കടത്തുന്നത്. ജനറൽ ഭക്ത് ഖാൻ എന്താണ്? ബഹദൂർ ഷാ സെക്കൻഡിന്റെ സൈനിക ജനറലാണ് ജനറൽ ഭക്ത് ഖാൻ. ഝാൻസിയിൽ ആരായിരുന്നു? റാണി ലക്ഷ്മിബായി ആണ്. ഝാൻസിയിലെ ഭരണാധികാരിയായിരുന്നു. കാൺപൂരിൽ ആരായിരുന്നു? നാനാ സാഹിബും ഉണ്ട്, താന്തിയ തോപ്പിയും ഉണ്ട്. നാനാ സാഹിബ് എവിടെയാണ്? മറാത്ത ഭരണാധികാരിയാണ്. താന്തിയ തോപ്പി ആരാണ്? നാനാ സാഹിബിന്റെ സൈനിക തലവനായിരുന്നു ഗർല യുദ്ധമുറകൾ. അപ്പൊ നാനാ സാഹിബും താന്തിയ തോപ്പിയും കാൺപൂറാണ്. റാണി ലക്ഷ്മിബായി ഝാൻസിയിലാണ്. ബീഗം ഹസ്രത്ത് മഹൽ എവിടെയാണ്? ലക്നൗ. അവധിലെ ഭരണാധികാരിയായിരുന്നു ബീഗം ഹസ്രത്ത് മഹൽ. ആറ ചോദിക്കാറുണ്ട്. എവിടെയാണ്? കൻവർ സിംഗ് ആണ്. ജഗദീഷ്പൂരിലെ കർഷക പ്രഭുവായിരുന്നു ആര്? കൻവർ സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ കൻവർ സിംഗ് എവിടെയാണ്? ബീഹാറിലെ ആറയിലാണ്. 1857 കലാപത്തിന് ചില പരിമിതികളും ഉണ്ടായിരുന്നു. കലാപം ഉത്തരേന്ത്യയിലെ ഏതാനും ഭാഗങ്ങളിൽ മാത്രമായി ഒതുങ്ങി. കലാപത്തിന് സംഘടിത നേതൃത്വം ഉണ്ടായിരുന്നില്ല. ഇങ്ങനത്തെ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ നന്നായിട്ട് പഠിക്കണേ. കാര്യം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കയറി ചോദിക്കാം. കലാപകാരികളെക്കാൾ മെച്ചപ്പെട്ട സൈനിക ശേഷിയും സംഘാടന മികവും കമ്പനി സൈന്യത്തിനുണ്ടായിരുന്നു. ഇന്ത്യയിലെ മധ്യവർഗം പൊതുവെ കലാപത്തെ അനുകൂലിച്ചില്ല. നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഒരു വിഭാഗം കലാപത്തിൽ നിന്ന് വിട്ടുനിന്നു. 1857 കലാപത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും അത് പിൽക്കാല ഇന്ത്യ ചരിത്രത്തിൽ ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തി. എന്തൊക്കെയായിരുന്നു? ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. ഗവർണർ ജനറൽ എന്നതിന് പകരം വൈസ്രോയി എന്നായിട്ട് മാറി. ഇന്ത്യയുടെ പിൽക്കാല ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനമായി. കലാപ സിനിമയും സാഹിത്യം എന്നിവിടെ നോക്കിക്കോ. മോഹൻ സിൻഹയുടെ 1857 കേതൻ മെഹ്ത്ത സംവിധാനം ചെയ്ത മംഗൾ പാണ്ഡെ ദ റൈസിംഗ് ക്രഷ്, പിന്നെ ഇതാണ് ജഗർല മുടിയുടെ മണികർണിക, ദ ഗ്രേറ്റ് ക്വീൻ ഓഫ് ഝാൻസി എന്നീ ചിത്രങ്ങൾ 1857 കലാപം പശ്ചാത്തലമാക്കി നിർമ്മിക്കപ്പെട്ടവയാണ്. അപ്പൊ എന്തൊക്കെയാണ്? കേതൻ മെഹ്ത്ത സംവിധാനം ചെയ്ത ദ മംഗൾ പാണ്ഡെ ദ റൈസിംഗ്, അത്രയും ദ മംഗൾ പാണ്ഡെ ദ റൈസിംഗ്. പിന്നെ എന്താണ്? കൃഷ് ജഗർല മുടിയുടെ മണികർണിക ദ ക്വീൻ ഓഫ് ഝാൻസി, 2 ചിത്രങ്ങൾ. പിന്നെ എന്താണ്? മഹാശ്വേതാദേവിയുടെ ഝാൻസി റാണി, മലയാറ്റൂർ രാമകൃഷ്ണന്റെ അമൃതം തേടി എന്നീ നോവലുകളും 1857 കലാപത്തെ പശ്ചാത്തലമാക്കിയാണ്. ഒന്ന് പഠിച്ചു വെക്കണേ. മലയാറ്റൂർ രാമകൃഷ്ണന്റെ അമൃതം തേടി ഏതിനെയാണ്? 1857 കലാപത്തെ അടിസ്ഥാനമാക്കി എഴുതിയ നോവൽ എന്നും പറഞ്ഞ് ചിലപ്പോൾ ചോദിക്കാം. ഏതാണ്? അമൃതം തേടി. ആരാണ്? മലയാറ്റൂർ രാമകൃഷ്ണനാണ്.
ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റർ. അത്യാവശ്യം നല്ല രീതിക്ക് ക്വസ്റ്റ്യൻസ് കയറി വരാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. ഒത്തിരി അതായത് ഒരു 100 പോയിന്റ്സിൽ കൂടുതൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണിത്. അപ്പോൾ നല്ല രീതിക്ക് പഠിക്കുക. അടുത്തൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്